എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ അവസാനത്തെ ക്ലാസ്സിൽ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മോഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ, സ്കെയിലേഴ്സ്, വെക്ടേഴ്സ്, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ്, സ്പീഡ്, വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അവസാനത്തെ ക്ലാസ്സിൽ ആവറേജ് വെലോസിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ 100 കിലോമീറ്റർ ഉണ്ട് ദൂരം, 2 മണിക്കൂർ കൊണ്ടെത്തി. അങ്ങനെയാണ് വെലോസിറ്റി എത്രയെന്ന് വെച്ചാൽ 100/2 50 km/h. അതായത് 1 മണിക്കൂറിൽ 50 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ കൃത്യം തിരുവനന്തപുരത്ത് നിന്ന് 50 കിലോമീറ്റർ മാറിയുള്ള സ്ഥലം ഏതാണോ അവിടെ എത്തണം വണ്ടി 1 മണിക്കൂർ കഴിയുമ്പോൾ. പക്ഷേ അങ്ങനെ എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് ആവറേജ് വെലോസിറ്റിയുടെ ഒരു സവിശേഷത. ആവറേജ് വെലോസിറ്റി നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ആവറേജ് കണക്കങ്ങ് പറയുവാണ്. ഇങ്ങനെ സഞ്ചരിച്ചത് കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് 50 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിരിക്കാം എന്നൊരു ആവറേജാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അർത്ഥം കൃത്യം 1 മണിക്കൂർ തീരുമ്പോൾ വണ്ടി 50 കിലോമീറ്റർ ദൂരമുള്ളിടത്ത് എത്തിയെന്നല്ല. അപ്പോൾ 50 km/h ആണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് 25 കിലോമീറ്റർ എത്തണ്ടേ? കൃത്യം അരമണിക്കൂർ കഴിയുമ്പോൾ വാഹനം 25 കിലോമീറ്റർ താണ്ടിയിട്ടുണ്ടാവും എന്നല്ല, അല്ലേ? അപ്പോൾ മൊത്തം ദൂരം സഞ്ചരിക്കാൻ എടുത്ത ഒരു സമയമുണ്ട്. അപ്പോൾ ആ മൊത്തം ദൂരത്തെ ആ മൊത്തം സമയം കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ നിങ്ങൾക്ക് ആവറേജ് കിട്ടും. അതിനർത്ഥം ഓരോ സമയത്തും വാഹനം ഏത് സ്പീഡിൽ സഞ്ചരിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമെന്നല്ല. വാഹനം സഞ്ചരിച്ചു തുടങ്ങി ആദ്യത്തെ 10-ാം മിനിറ്റിൽ വാഹനത്തിൻ്റെ സ്പീഡ് എത്രയായിരുന്നു, അല്ലെങ്കിൽ 15-ാം മിനിറ്റിൽ വാഹനത്തിൻ്റെ സ്പീഡ് എത്രയായിരുന്നു എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആവറേജ് വെലോസിറ്റി വെച്ച് പറയാൻ സാധിക്കില്ല. യാത്രയിലുടനീളം ഒരു ശരാശരി ഇത്ര വെലോസിറ്റി പുലർത്തി എന്ന് പറയാൻ പറ്റും, അല്ലാതെ ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും എത്രയായിരുന്നു വാഹനത്തിൻ്റെ വെലോസിറ്റി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതായത് നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന ഒരു സ്പീഡുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ ഇൻസ്റ്റൻറ്റിലെ വാഹനത്തിൻ്റെ സ്പീഡാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റിലെ സ്പീഡ്, ഒരു പ്രത്യേക സമയത്തെ സ്പീഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തെ വെലോസിറ്റിയെ പറ്റി ആവറേജ് വെലോസിറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ ആ പ്രത്യേക സമയത്തുള്ള വെലോസിറ്റി നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് PSC ചോദിച്ചിരിക്കുന്നത്? 065/2021 എന്ന എക്സാമിൽ ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി ഈസ് കാൾഡ്. ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റിനെ വിളിക്കുന്നത് വെലോസിറ്റി, മൊമെൻറ്റം, ആക്സിലറേഷൻ, ഫോഴ്സ്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമുക്കിവിടെ സിമ്പിളായിട്ട് പറയാൻ പറ്റും വെലോസിറ്റിയാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്. അതിൽ മനസ്സിലാക്കേണ്ടത് ആവറേജ് വെലോസിറ്റി ടെൽസ് how fast an object moves over an interval, not how fast it moves at each instant. ഒരു വലിയ സമയ ഇടവേളയിൽ എത്ര വേഗത്തിൽ സഞ്ചരിച്ചു എന്ന് ആവറേജ് വെലോസിറ്റി പറയുന്നുണ്ട്. അതായത് 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ 100 കിലോമീറ്റർ താണ്ടിയെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് 50 കിലോമീറ്റർ താണ്ടി, അല്ലെങ്കിൽ 50 km/h ആയിരുന്നു യാത്രയിലുടനീളമുള്ള നിങ്ങളുടെ ആവറേജ് വെലോസിറ്റി എന്നാണ് പറയുന്നത്, അല്ലേ? ഹൗ ഫാസ്റ്റ് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഓവർ ആൻ ഇൻ്റർവെൽ. അപ്പോൾ ഈ 2 മണിക്കൂർ ടൈം ഇൻ്റർവെൽ എത്ര വേഗതയിൽ? 50 km/h വേഗതയിലാണ് താണ്ടിയത്. അതുകൊണ്ട് 2 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ എത്തി. ഇതാണ് അതിൻ്റെ മീനിങ്. പക്ഷേ നോട്ട് ഹൗ ഫാസ്റ്റ് ഇറ്റ് മൂവ്സ് അറ്റ് ഈച്ച് ഇൻസ്റ്റൻറ്റ്. ഓരോ സമയത്തും വാഹനത്തിൻ്റെ വേഗത എത്രയായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വണ്ടി എടുത്തിറങ്ങിയാൽ തിരുവനന്തപുരം തൊട്ട് മെഡിക്കൽ കോളേജ് വരെ ചിലപ്പോൾ നല്ല ബ്ലോക്ക് ആയിരിക്കാം, വണ്ടി പയ്യെ ആയിരിക്കാം പോയിട്ടുള്ളത്. വണ്ടി ഒരു ഈ പറയുന്ന പോലെ 15 to 20 km/h വണ്ടി മൂവ് ചെയ്യുന്നുള്ളതായിരിക്കും. മെഡിക്കൽ കോളേജ് കഴിഞ്ഞപ്പോൾ കുറച്ച് ബ്ലോക്ക് മാറി, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് മാറി. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് തൊട്ട് കഴക്കൂട്ടം വരെ കുറച്ച് സ്പീഡിന് വിട്ടു. ഓക്കെ, പക്ഷെ കഴക്കൂട്ടം കഴിഞ്ഞ് NH-ൻ്റെ അപ്പോൾ ആ ഒരു സമയത്ത് എത്ര, ഒരു 50 തന്നെ ആവണമെന്നില്ല, 60-65 വരെയൊക്കെ പോകാം വാഹനത്തിൻ്റെ സ്പീഡ്. അവിടെ നിന്ന് പിന്നീട് കഴക്കൂട്ടത്തു നിന്ന് കയറിയപ്പോൾ NH-ൻ്റെ പണി നടക്കുന്നു. അപ്പോൾ വീണ്ടും വണ്ടി പതുക്കെ ഒരു 30-45 km/h ആ റേഞ്ചിലൊക്കെ ആവും. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും വാഹനത്തിൻ്റെ വേഗത മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സമയത്തും പല വേഗതയിൽ സഞ്ചരിച്ചാണ് വാഹനം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ എത്തിയത്. ഒന്നുകൂടെ, പല വേഗതയിൽ ഓരോ സമയത്തും ഓരോ വേഗതയിൽ സഞ്ചരിച്ചാണ് വാഹനം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ എത്തിയത്. പക്ഷേ ആവറേജ് വെലോസിറ്റിയിൽ നമ്മൾ ഈ ഓരോ സമയത്തും സഞ്ചരിച്ച വേഗതയെ പറ്റി ഒന്നും നമ്മൾ പറയുന്നില്ല. അവിടെ നമ്മൾ പറയുന്നത് മൊത്തത്തിലുള്ളൊരു ശരാശരിയാണ്. ഓവർ ആൻ ഇൻ്റർവൽ, മൊത്തം സമയത്തിൽ ഏതാണ്ടൊരു ഇത്ര വേഗതയായിരുന്നു ശരാശരി വാഹനത്തിനുണ്ടായിരുന്നത്. അതെവിടെ? നമ്മൾ മാത്സിൽ പറഞ്ഞ ശരാശരി പോലെ തന്നെ ഒരു ക്ലാസ്സിലെ പല കുട്ടികൾക്കും പല വെയിറ്റ് ആയിരിക്കാം. പക്ഷേ ശരാശരി എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവർക്കും ഒരു ആവറേജ് ഇത്ര വെയിറ്റ് ഉണ്ട്, അല്ലേ? ടോട്ടൽ വെയിറ്റ് ബൈ നമ്പർ. അപ്പോൾ ഒരു കുട്ടിക്ക് ശരാശരി ഇത്ര വെയിറ്റ് ഉണ്ട് നമ്മൾ പറയുമ്പോഴാണ് ശരാശരി ഇത്ര സ്പീഡിലായിരുന്നു വാഹനം. അതിൻ്റെ അർത്ഥം എപ്പോഴും
എല്ലാ സമയത്തും തിരുവനന്തപുരത്ത് നിന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് കൊല്ലം എത്തും വരെ വാഹനം 50 കിലോമീറ്റർ അവറിൽ പോയി എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും അറ്റ് ഈച്ച് ഇൻസ്റ്റൻറ്റ് ഓരോ സമയത്തും വാഹനം എത്ര വേഗതയിൽ സഞ്ചരിച്ചു എന്നതിനെപ്പറ്റി ആവറേജ് വെലോസിറ്റി നമ്മളോടൊന്നും പറയുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി പറയുന്ന വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. മലയാളത്തിൽ തൽക്ഷണ പ്രവേഗം എന്ന് പറയും. തൽക്ഷണ പ്രവേഗം. ആവറേജ് വെലോസിറ്റി എന്നത് ശരാശരി പ്രവേഗമാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് വെലോസിറ്റി തൽക്ഷണ പ്രവേഗം. ഇറ്റ് ഈസ് ദ ലിമിറ്റ് ഓഫ് ദ ആവറേജ് വെലോസിറ്റി ആസ് ദ ടൈം ഇൻ്റർവൽ ബിക്കംസ് ഇൻഫിനിറ്റ്സിമലി സ്മാൾ. എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ആവറേജ് വെലോസിറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ അതിൻ്റെ ഫോർമുല പറഞ്ഞിരുന്നു. എന്താ നമ്മൾ പറഞ്ഞത്? ഡെൽറ്റ ടി സമയം കൊണ്ട് ഡെൽറ്റ എക്സ് ദൂരം സഞ്ചരിച്ചാൽ, എന്നൂടെ പറ, ഡെൽറ്റ ടി സമയം കൊണ്ട് ഡെൽറ്റ എക്സ് ദൂരം സഞ്ചരിച്ചാൽ വാഹനത്തിൻ്റെ ആവറേജ് വെലോസിറ്റി വി ആവറേജ് എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൂരമാണ്, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടൈം ഇൻ്റർവലാണ്. അപ്പോൾ ആകെ ദൂരം ബൈ ആകെ സമയം, ഇതാണ് ആവറേജ്. നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് ദ ലിമിറ്റ് ഓഫ് ദ ആവറേജ് വെലോസിറ്റി ആസ് ദ ടൈം ഇൻ്റർവൽ ബിക്കംസ് ഇൻഫിനിറ്റ്സിമലി സ്മാൾ. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങി 1 മണിക്കൂറും 10 സെക്കൻഡ് കഴിഞ്ഞു. ഈ 10ാം സെക്കൻഡിൽ, അതായത് 1 മണിക്കൂറും കഴിഞ്ഞിട്ടുള്ള ഈ 10ാമത്തെ സെക്കൻഡിൽ നിങ്ങളുടെ വാഹനം എത്ര വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്? അപ്പോൾ ഞാൻ നിങ്ങളോട് എന്താ ചോദിക്കുന്നത്? ഒരു ചെറിയ ടൈം ഇൻ്റർവലിലെ കാര്യമാണ്. നിങ്ങളുടെ ക്ലോക്ക് 1 മണിക്കൂറും 9 സെക്കൻഡ് കഴിഞ്ഞ് ആ 9ന് 10 അടിക്കുന്ന ആ 1 സെക്കൻഡ് ഉണ്ടല്ലോ, ആ 1 സെക്കൻഡിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത എത്രയാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. അവിടെ ഞാൻ എന്ത് ചെയ്തു? ടൈം ഇൻ്റർവലിനെ വളരെ സ്മാളാക്കി. അല്ലേ പോട്ടെ, ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വാഹനം എടുത്തുകൊണ്ട് ഓടി തുടങ്ങി. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് 9ാമത്തെ മിനിറ്റിൽ എൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആണല്ലോ, അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഞാൻ വാഹനം എടുത്ത് ഇറങ്ങിയിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ വാച്ചിൽ 15 മിനിറ്റായിട്ട് 1 സെക്കൻഡ് അടിച്ചു. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ യാത്ര തുടങ്ങിക്കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള 1ാമത്തെ സെക്കൻഡിൽ എൻ്റെ സ്പീഡ് എത്ര എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ ആ ടൈം ഇൻ്റർവലിനെ വളരെ സ്മാളാക്കി, ഒറ്റ സെക്കൻഡാക്കി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 100 കിലോമീറ്റർ എന്ന് പറയുന്നത് 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. ഈ 2 മണിക്കൂർ ഭയങ്കര വലുതാണ്. പക്ഷെ നിങ്ങൾ എന്നോട് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. ഞാൻ യാത്ര തുടങ്ങി 10ാം സെക്കൻഡിലെ വെലോസിറ്റി എത്ര? 10ാം സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തല്ല, 10 സെക്കൻഡ് കൊണ്ട് എൻ്റെ വെലോസിറ്റി എത്ര? 10ാമത്തെ സെക്കൻഡ്. അതായത് 9 സെക്കൻഡ് വരെ കഴിഞ്ഞു, ഞാൻ യാത്ര ചെയ്ത് 9 സെക്കൻഡ് വരെ കഴിഞ്ഞു. ഇതാണ് 10ാമത്തെ സെക്കൻഡ്. അപ്പോൾ അത് ഈ ഗ്യാപ്പ് കണ്ടോ, 9നും 10നും ഇടയിലുള്ള ഈ ഗ്യാപ്പ്, ഇതാണ് 10th സെക്കൻഡ്, 10ാമത്തെ സെക്കൻഡ്. അപ്പോൾ 10ാമത്തെ സെക്കൻഡിൽ എൻ്റെ വണ്ടിയുടെ വെലോസിറ്റി എത്രയായിരുന്നു ചോദിച്ചാൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്തു? ടൈം ഇൻ്റർവലിനെ ലിമിറ്റ് ചെയ്തു, ഇൻഫിനിറ്റ്സിമലി സ്മാളാക്കി. 2 മണിക്കൂർ ഉണ്ടായിരുന്ന എൻ്റെ മൊത്തം യാത്രയിൽ നിങ്ങൾ എന്നോട് എന്താ ചോദിക്കുന്നത്? യാത്ര തുടങ്ങി 10ാമത്തെ സെക്കൻഡിലെ സ്പീഡാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്തു? ആ ടൈം ഇൻ്റർവലിനെ സ്മാളാക്കി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്നോട് എന്താ ചോദിക്കുന്നത്? 10ാം സെക്കൻഡിൽ എൻ്റെ സ്പീഡ് എത്ര? അല്ലാതെ ഈ യാത്രയിലുടനീളം ഞാൻ പുലർത്തിയ അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന ആവറേജ് വെലോസിറ്റി എത്ര എന്നല്ല നിങ്ങൾ ചോദിക്കുന്നത്. 10ാമത്തെ സെക്കൻഡിൽ എൻ്റെ സ്പീഡ് എത്ര, ഒരു ഇൻസ്റ്റൻറ്റിൽ എത്ര എൻ്റെ സ്പീഡ് എത്ര എന്നാണ്. അപ്പോൾ ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടിയെ നമ്മൾ വളരെ ചെറിയ ടൈം ഇൻ്റർവലിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഒരു ചെറിയ ടൈം ഇൻ്റർവലാണ് ഡെൽറ്റ ടി എങ്കിൽ അവിടെ ഉണ്ടായ ഡെൽറ്റ എക്സ് ദൂരം എത്ര? അവിടെ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈ ചെറിയ ഡെൽറ്റ ടി എന്നതിന് നമ്മൾ എന്തെന്നിടും? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അതായത് ഡെൽറ്റ ടി എന്ന സമയ ഇടവേള വളരെ ചെറുതാവുന്നു. ഇവിടെ കണ്ടോ, ഒറ്റ സെക്കൻഡേ ഉള്ളൂ, ഒറ്റ സെക്കൻഡേ ഉള്ളൂ, ഒരു ക്ലിക്ക് അടിക്കുന്ന സമയമുള്ളൂ. അപ്പോൾ വളരെ ചെറുത്, 0-അടുത്ത് അത്രയും ചെറിയ ടൈം ഇൻ്റർവൽ അല്ലേ? ആ ചെറിയൊരു ടൈം ഇൻ്റർവലിൽ എൻ്റെ, അതായത് 9ാമത്തെ സെക്കൻഡ് മുതൽ 10ാമത്തെ സെക്കൻഡ് വരെ എൻ്റെ വണ്ടി ഒരു ഡെൽറ്റ എക്സ് ദൂരം നീങ്ങി. ആ ടൈം ഇൻ്റർവലിൽ ഡെൽറ്റ ടി. അപ്പോൾ ഒറ്റ സെക്കൻഡേ ഉള്ളൂ, വളരെ ചെറുതാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി തന്നെയാണ് വെലോസിറ്റി. പക്ഷേ എന്തായി? ടൈം ഇൻ്റർവല് വളരെ ചെറുതായി. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ടൈം ഇൻ്റർവൽ വളരെ ചെറുതായി. ഇങ്ങനെയാണ് നമ്മളതിനെ എഴുതുന്നത്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നാണ്. അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് എഴുതും? ഈ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടിയെ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതും. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഫോർമുല. അപ്പോൾ ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുല ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഫോർമുല ഡി എക്സ് ബൈ ഡി ടി ആയിരിക്കും. അതാണ് വ്യത്യാസം. ഓക്കെ, കണ്ടോ? വി ഇൻസ്റ്റൻറ്റേനിയസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അതെന്തിന് ഈക്വൽ? ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ. അപ്പോൾ ആകെ ദൂരം ബൈ ആകെ സമയം, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം, ദൂരമല്ല ആകെ സ്ഥാനാന്തരം, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ആയിരുന്നു ആവറേജ് വെലോസിറ്റി എങ്കിൽ ടൈം ഇൻ്റർവൽ ഇൻഫിനിറ്റ്സിമലി സ്മാൾ ആകുമ്പോഴുള്ള
വെലോസിറ്റിയാണ്, വെലോസിറ്റിയുടെ ലിമിറ്റിനെയാണ്. മനസ്സിലായോ? ലിമിറ്റ് ഓഫ് ദ ആവറേജ് വെലോസിറ്റി. കണ്ടോ, ലിമിറ്റ് ഓഫ് ദ ആവറേജ്. ഇത് NCERT ഡിഫറൻസ് ആണ്. ലിമിറ്റ് ഓഫ് ദ ആവറേജ് വെലോസിറ്റി, ഇതാണ് ആവറേജ് വെലോസിറ്റി. ഇതിൻ്റെ ലിമിറ്റ് എപ്പോൾ ഉള്ള ലിമിറ്റ്? ടൈം ഇൻ്റർവൽ വളരെ ചെറുതാകുമ്പോൾ ഉള്ള ലിമിറ്റ്. അതാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡ്സ് ടു 0. അതാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇൻസ്റ്റൻറ്റിൽ എൻ്റെ വെലോസിറ്റി എത്ര, ഒരു ഞൊടിയുടെ സമയം, ആ സമയത്ത് എൻ്റെ വെലോസിറ്റി എത്രയെന്ന് ചോദിച്ചാൽ ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എൻ്റെ വെലോസിറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത്, എൻ്റെ ആവറേജ് വെലോസിറ്റി അല്ല. ആവറേജ് വെലോസിറ്റി എന്താ? ആകെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ആകെ ടൈം. അതല്ല നിങ്ങൾക്ക് വേണ്ടത്. എൻ്റെ 10ാം സെക്കൻഡിൽ വെലോസിറ്റി, ആ 10ാമത്തെ സെക്കൻഡിൽ എൻ്റെ വണ്ടിയുടെ സ്പീഡോമീറ്റർ കാണിക്കുന്നതാണ് എൻ്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ വണ്ടിയുടെ സ്പീഡോമീറ്റർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണ്? നിങ്ങളുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. അത് ഓർത്തോണം. എന്താണ്? വാഹനങ്ങളുടെ സ്പീഡോമീറ്റർ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് നിങ്ങളുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. അതായത് ആ സമയത്ത് നിങ്ങൾ എത്ര ദൂരത്തിൽ, എത്ര വേഗതയിൽ പൊക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡും പറയാം. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? അത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റേടത്ത് പറഞ്ഞതുപോലെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ വെലോസിറ്റി, അങ്ങനെയുള്ള സാധനം ഒന്നും ഇവിടെ ഇല്ല. ഇൻസ്റ്റന്റേനിയസ് കേസാണ് എടുക്കുന്നതെങ്കിൽ സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ദേ ഇങ്ങനൊരു പാതയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തി. അപ്പോൾ എ ഇന്ന് ബിയിലെത്തി ആണേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് ഇങ്ങനല്ലേ പോകുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനല്ലേ പോകുന്നത്? ആണ്. ഡിസ്റ്റൻസ് ഇങ്ങനല്ലേ പോകുന്നത്? ഇത് എക്സാക്ട്ലി ഇങ്ങനല്ല, തൽക്കാലം നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഡിസ്റ്റൻസ് ഇങ്ങനല്ലേ പോകുന്നത്? ആണ്. നിങ്ങൾക്ക് വേണ്ട എന്താ? ഒരു ചെറിയ ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടിയിലെ വെലോസിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി എടുക്കുന്നു. വളരെ ചെറിയ ടൈം ഇൻ്റർവലാണ് ഡെൽറ്റ ടി. അപ്പോൾ വളരെ ചെറിയൊരു ടൈം ഇൻ്റർവൽ, ഈ ഇൻസ്റ്റൻറ്റ്, അതായത് ഇവിടെ നിന്ന് സഞ്ചരിച്ച് നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ, ഇവിടെ എത്തിയപ്പോൾ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റിയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്തായിരിക്കും? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആയിരിക്കും. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 അല്ലേ? ആണ്. ഇനി നിങ്ങളോട് ഞാൻ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ചോദിക്കുകയാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റിയിൽ, അതായത് ഇതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഈ മുകളിലത്തെ വരെയാണ് ഡിസ്റ്റൻസ്, താഴത്തെ വരെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ വരെയാണ് ഡിസ്റ്റൻസ്, ഈ താഴത്തെ വരെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ടൈം ഇൻ്റർവൽ ചെറുതാകുമ്പോൾ ഈ പാത്ത് വേറെയാണ്, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ പോലും ടൈം ഇൻ്റർവൽ വളരെ ചെറുതാകുമ്പോൾ ഇത് രണ്ടും ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ലെങ്തുകളല്ലേ? അല്ലേ? ഇതിപ്പോൾ ഒരു കർവ്ഡ് പാത്താണ്, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ പോലും വളരെ ചെറിയ ടൈം ഇൻ്റർവൽ ആയാൽ ഇത് രണ്ടും ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി ഒരേ ലെങ്ത് അല്ലേ? അപ്പോൾ ടൈം ഇൻ്റർവൽ രണ്ടിനും സെയിം ആണ്. ഈ ഇൻസ്റ്റൻറ്റിൽ രണ്ടിനും ഉണ്ടായ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ആണിത്. ടൈം ഇൻ്റർവൽ രണ്ടിനും സെയിം ആണ്. പക്ഷേ ഇത് അപ്രോക്സിമേറ്റ് ഇവിടുത്തെ വരെ മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്താൽ അത് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഈ താഴത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട് എടുത്താൽ അത് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. രണ്ടും അപ്രോക്സിമേറ്റ്ലി സെയിം ലെങ്ത് അല്ലേ? അപ്പോൾ രണ്ടിടത്തും ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമും ഡിസ്റ്റൻസ് ബൈ ടൈമും സെയിം വരും. ഇതുകൊണ്ടാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഓക്കെ, ദോ ആവറേജ് സ്പീഡ് ഓവർ ആൻ ഇൻ്റർവൽ മേ എക്സീഡ് ആവറേജ് വെലോസിറ്റി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. അതാണ് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. നമ്മൾ പറഞ്ഞു സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള എല്ലാ റിലേഷനും ആവറേജ് സ്പീഡിനും ആവറേജ് വെലോസിറ്റിക്കും ബാധകമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റിക്ക് തുല്യമോ അതിനേക്കാൾ വലുതോ ആവാം. തുല്യമാവുന്ന കേസ് ഏത്? സ്ട്രൈറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാവും നമ്മൾ പറഞ്ഞു. എങ്കിലും അതായത് ഒരു വലിയ ടൈം ഇൻ്റർവെല്ലിൽ ആവറേജ് എടുക്കുമ്പോൾ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും തമ്മിൽ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടെങ്കിലും, പക്ഷേ ഒരു ഇൻസ്റ്റൻറ്റിലെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എപ്പോഴും എന്തായിരിക്കും? അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് തുല്യമായിരിക്കും. അതാണ് ദോ ആവറേജ് സ്പീഡ് ഓവർ ആൻ ഇൻ്റർവെൽ മേ എക്സീഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഈസ് ആൾവേസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. ഒരു വലിയ ടൈം ഇൻ്റർവെല്ലിൽ നിങ്ങൾ ആവറേജ് സ്പീഡ് എടുക്കുമ്പോൾ അത് ആവറേജ് വെലോസിറ്റിക്ക് തുല്യമോ അതിനേക്കാൾ വലുതോ ആവാമെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും അതേ ഇൻസ്റ്റൻറ്റിലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് തുല്യമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലുമുള്ള വെലോസിറ്റിയെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലെ വെലോസിറ്റി എത്ര എന്നറിയണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് സ്പീഡും കണ്ടുപിടിക്കേണ്ടി വരും. എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ദ ലിമിറ്റ് ഓഫ് ആവറേജ് വെലോസിറ്റി വെൻ ദ ടൈം ഇൻ്റർവെൽ ഈസ് എക്സീഡിംഗ്ലി സ്മാൾ. എന്താണ്? ഒന്നുകൂടെ പറ. ദ ലിമിറ്റ് ഓഫ് ആവറേജ് വെലോസിറ്റി വെൻ ദ ടൈം ഇൻ്റർവെൽ ഈസ് എക്സീഡിംഗ്ലി സ്മാൾ ഈസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇനി എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്?
ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. അപ്പോൾ അവിടെ നമ്മൾ ആ റിലേഷനും പറഞ്ഞു. ഒരു ടൈം ഇൻ്റർവെല്ലിലെ വലിയ ടൈം ഇൻ്റർവെല്ലിലെ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റിക്ക് തുല്യമോ അതിനേക്കാൾ വലുതോ ആവാം. പക്ഷേ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് തുല്യമായിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാം? സ്പീഡ് ഇൻസ്റ്റൻറ്റേനിയസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ്. പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് തുല്യമായിരിക്കും ആ ഇൻസ്റ്റൻറ്റിലെ സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇതിന് എന്തെന്നും പറയാം? വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻ്റ് എന്നും പറയാം, സ്പീഡ് അറ്റ് ആൻ ഇൻസ്റ്റൻ്റ് എന്നും പറയാം. അതും ശരിയാണ്. അതായത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിന് പകരം സ്പീഡ് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്ക് പകരം വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഓക്കെ, അപ്പം മലയാളത്തിൽ നമ്മളിതിനെ തൽക്ഷണ പ്രവേഗമെന്നും ഇതിനെ തൽക്ഷണ വേഗമെന്നുമാണ് വിളിക്കുന്നത്. തൽക്ഷണം, അതായത് ഒരു പ്രത്യേക ക്ഷണത്തിൽ, ഞൊടിയിടയിൽ, അല്ലേ, ഒരു ചെറിയ ക്ഷണത്തിൽ, അതാണ് അതിൻ്റെ അർത്ഥം. ചെറിയൊരു ക്ഷണത്തിലുള്ള സ്പീഡ്, വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കൺസെപ്റ്റാണ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ യൂണിഫോം ഇട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്തിനാണ് യൂണിഫോം ഇരിക്കുന്നത്? എല്ലാവരും കാണാൻ ഒരുപോലെ ഇരിക്കണം, അല്ലേ? കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ചെറിയ ഡൗട്ട് നിങ്ങൾക്ക് വരും. കാരണം പൊക്കത്തിലും ശരീരപ്രകൃതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം കുട്ടികൾ തമ്മിൽ. ബട്ട് സ്റ്റിൽ അവരേതാണ്ട് കാണാൻ ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയാണ് യൂണിഫോം ഇരിക്കുന്നത്. അപ്പോൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്നാണ് എൻ്റെ അർത്ഥം. നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരുപോലെയല്ല, മാറ്റമുണ്ട്. അപ്പോൾ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം സ്പീഡുമുണ്ട്. അതായത് യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡുണ്ട്. യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റിയുമുണ്ട്. എന്താണ് യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും? അതായത് നമുക്കറിയാം ഡിസ്റ്റൻസ് കവേർഡ് ഇൻ യൂണിറ്റ് ടൈമാണ് എന്ത്? സ്പീഡെന്ന് നമുക്കറിയാം. അപ്പോൾ യൂണിഫോം സ്പീഡെന്ന് പറഞ്ഞാൽ സ്പീഡ് എപ്പോഴും യൂണിഫോം ആയിരിക്കണം, ഒരുപോലെ ഇരിക്കണം, ആണേ. അപ്പോൾ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്പീഡ് എപ്പോഴും ഒരുപോലെ ഇരിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം എപ്പോഴും സെയിം ആയിരിക്കണ്ടേ? ഡിസ്റ്റൻസ് ബൈ ടൈം എപ്പോഴും സെയിം ആയിരിക്കണം. അതായത് ഇപ്പോൾ ഈ പടം നിങ്ങൾ നോക്കിയേ. അപ്പോൾ ആദ്യത്തെ പടത്തിലൊരു കാറുണ്ട്. ഈ മഞ്ഞ കാറ് ഇങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ്. നിങ്ങളുടെ SCRT തന്നിരിക്കുന്ന ഫിഗറാണ്. മഞ്ഞ കാർ ഇങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ്. ഓക്കെ, അങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ 0 സെക്കൻഡാണ് അത് മോഷൻ തുടങ്ങുന്ന സമയം. 0 സെക്കൻഡാണ് മോഷൻ തുടങ്ങുന്ന സമയം. 1 സെക്കൻഡ് കൊണ്ട് അത് എത്ര ദൂരം സഞ്ചരിച്ചു? 10 മീറ്റർ ദൂരം സഞ്ചരിച്ചു. രണ്ടാമത്തെ സെക്കൻഡ് ആയപ്പോൾ അത് മൊത്തം 20 മീറ്റർ ദൂരം സഞ്ചരിച്ചു. ഈ മൊത്തം എന്ന് പറയുന്നതിന് കാര്യമുണ്ട്. മൂന്നാമത്തെ സെക്കൻഡ് ആയപ്പോൾ മൊത്തം 30 മീറ്റർ ദൂരം സഞ്ചരിച്ചു. നാലാമത്തെ സെക്കൻഡ് ആയപ്പോൾ മൊത്തം 40 മീറ്റർ ദൂരം സഞ്ചരിച്ചു. 5 ആയപ്പോൾ 50, 6 ആയപ്പോൾ 60, അങ്ങനെ 200 മീറ്റർ വരെ സഞ്ചരിച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറിനെ രണ്ടാമത്തെ നീലക്കാറ് 0 സെക്കൻഡിൽ മോഷൻ തുടങ്ങി. ഒന്നാമത്തെ സെക്കൻഡ് ആയപ്പോൾ അത് ആകെ 10 മീറ്റർ സഞ്ചരിച്ചു. രണ്ടാമത്തെ സെക്കൻഡ് ആയപ്പോൾ അത് ആകെ 30 മീറ്റർ സഞ്ചരിച്ചു. മൂന്നാമത്തെ സെക്കൻഡ് ആയപ്പോൾ ആകെ 40 മീറ്റർ സഞ്ചരിച്ചു. നാലാമത്തെ ആയപ്പോൾ മൊത്തം 60 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെ 200 മീറ്റർ വരെ സഞ്ചരിച്ചു. 2 കാറുണ്ടേ. ഇനി ശ്രദ്ധിച്ചോ, ആദ്യത്തെ കാറിന് എടുക്കുക. ഒന്നാം സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? 0-നും 1-നും ഇടയിലുള്ള ഗ്യാപ്പാണ് ഫസ്റ്റ് സെക്കൻഡ് ആണേ. ഒന്നാമത്തെ സെക്കൻഡ് കൊണ്ട് ഇത് മൊത്തം എത്ര ദൂരം സഞ്ചരിച്ചു? 0-ൽ നിന്ന് 10 വരെ. അപ്പം മൊത്തം എത്ര? 10 മീറ്റർ ദൂരം സഞ്ചരിച്ചു. ഇനി രണ്ടാമത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 0 തൊട്ട് 2 വരെ എന്നല്ല. അതാണ് ഞാൻ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞത്. 10ാമത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 9ാമത്തെ സെക്കൻഡിൽ നിന്ന് 10 അടിക്കുന്ന സെക്കൻഡാണ്. അല്ലാതെ ആകെ 10 സെക്കൻഡ് അല്ലാതെ ഞാൻ അവിടെ പറഞ്ഞു. അതേ സാധനം തന്നെ ഇവിടെയും. രണ്ടാമത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 1 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിലുള്ള ഗ്യാപ്പ്. അതാണ് രണ്ടാമത്തെ സെക്കൻഡ്. രണ്ട് സെയിം ആയി പോകും അല്ലേ? മലയാളത്തിൽ പറഞ്ഞാൽ മതി. രണ്ടാമത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? 1 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിലുള്ള ഗ്യാപ്പ്, ആ ഒരൊറ്റ സെക്കൻഡ്, അതാണ് രണ്ടാമത്തെ സെക്കൻഡ്. അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു? 10 മീറ്ററിൽ നിന്ന് 20 മീറ്റർ. അപ്പോൾ 20 - 10 മീറ്റർ ദൂരം തന്നെ സഞ്ചരിച്ചു. ഇനി തേർഡ് സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3-നും 2-നും ഇടയിലുള്ള ഗ്യാപ്പ്, അതാണ് മൂന്നാമത്തെ സെക്കൻഡ്. മൂന്നാമത്തെ സെക്കൻഡ് കൊണ്ട് ഇത് എത്ര ദൂരം സഞ്ചരിച്ചു? 30 - 20. 30 - 20 10 മീറ്റർ ദൂരം സഞ്ചരിച്ചു ആണേ. ഈ കേസ് നമ്മളൊന്ന് എടുത്ത് നോക്കിയേ. ആദ്യം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് എടുത്തു. ഫസ്റ്റ് സെക്കൻഡ് ഗ്യാപ്പ് എത്ര? 1 സെക്കൻഡ്. ഈ രണ്ടാമത്തെ ടൈം ഗ്യാപ്പ് എത്ര? 2-ന്റെ 1-ന്റെ ഇടയിൽ 1 സെക്കൻഡ്, 3-ന്റെ 2-ന്റെ ഇടയിൽ 1 സെക്കൻഡ്, 4-ന്റെ 3-ന്റെ ഇടയിൽ 1 സെക്കൻഡ്, 5-ന്റെ 4-ന്റെ ഇടയിൽ അടുത്ത സെക്കൻഡ്, 6-ന്റെ 5-ന്റെ ഇടയിൽ അടുത്ത സെക്കൻഡ്. ഇതെല്ലാം ഓരോ സെക്കൻഡ് ഗ്യാപ്പ് അല്ലേ? ഇവിടുത്തെ സമയ ഇടവേളകൾ തുല്യമല്ലേ? ആണ്. 1-നും 2-നും ഇടയിൽ 1 സെക്കൻഡ്,
2-നും 3-നും ഇടയിൽ 1 സെക്കൻഡ്, 3-നും 4-നും ഇടയിലും 1 സെക്കൻഡ്, 5-നും 6-നും ഇടയിലും 1 സെക്കൻഡ്. ഓരോ സെക്കൻഡ് വെച്ചാണ് ഇവിടുത്തെ ഗ്യാപ്പ്. ഇനി ആദ്യത്തെ 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു? 10 മീറ്റർ സഞ്ചരിച്ചു. രണ്ടാമത്തെ 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു? 10 മീറ്റർ സഞ്ചരിച്ചു. മൂന്നാമത്തെ 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു? 10 മീറ്റർ ദൂരം സഞ്ചരിച്ചു. നാലാമത്തെ 1 സെക്കൻഡിലും എത്ര ദൂരം സഞ്ചരിച്ചു? 10 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അതായത് തുല്യമായ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നു. ഒന്നുകൂടെ പറ, തുല്യമായ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നു. അപ്പൊ ആദ്യത്തെ സെക്കൻഡിലെ സ്പീഡ് എത്ര? 10/1 10 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ 1 സെക്കൻഡിലുള്ള വെലോസിറ്റി എത്ര? 10 മീറ്റർ 1 സെക്കൻഡിലൂടെ സഞ്ചരിച്ചു, അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ്. മൂന്നാമത്തെ 1 സെക്കൻഡിലുള്ള വെലോസിറ്റി എത്ര? അതും 10 മീറ്റർ പെർ സെക്കൻഡ്. നാലാമത്തെ 1 സെക്കൻഡിൽ എത്ര? അതും 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് തുല്യമായ സമയ ഇടവേളകളിൽ, എൻ്റെ കൈ പോകുന്ന കൂടെ നോക്കണം, അപ്പാണ് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. തുല്യമായ സമയ ഇടവേളകളിൽ കണ്ടോ, ഇതൊരു സെക്കൻഡ്, ഇതൊരു സെക്കൻഡ്, ഇതൊരു സെക്കൻഡ്, ഇതൊരു സെക്കൻഡ്. തുല്യമായ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ എന്തിലാണെന്ന് പറയാം? യൂണിഫോം സ്പീഡിലാണെന്ന് പറയാം. തുല്യമായ സമയ ഇടവേളയിൽ, ആ വാക്ക് ശ്രദ്ധിച്ചോണം, തുല്യമായ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ, ദൂരം ഇപ്പൊ ദൂരം ബൈ സമയം, അപ്പൊ തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ ദൂരം ബൈ സമയം എപ്പോഴും തുല്യമായിരിക്കും. ദൂരം ബൈ സമയം എന്താ? വേഗം അഥവാ സ്പീഡ്. സോ ഇഫ് ഈക്വൽ ഡിസ്റ്റൻസസ് ആർ കവേർഡ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, അതാണ് ഇംഗ്ലീഷ് പറയുന്നത്. എന്താണ്? ഇഫ് ഈക്വൽ ഡിസ്റ്റൻസസ് ആർ കവേർഡ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, അല്ലെങ്കിൽ ഇഫ് ഈക്വൽ ഡിസ്റ്റൻസ് ഈസ് കവേർഡ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം, then the object is set to be in uniform സ്പീഡ്, അല്ലെങ്കിൽ സെറ്റ് ടു ഹാവ് യൂണിഫോം സ്പീഡ്. കണ്ടോ, ഈക്വൽ ഡിസ്റ്റൻസസ് കവേർഡ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അപ്പോൾ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു എന്നർത്ഥം. തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നു. ഇനി യൂണിഫോം ഇപ്പൊ ഇത് പറഞ്ഞ പോലെ യൂണിഫോം വെലോസിറ്റി പറയാം. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയതുകൊണ്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ മോഷനും സെയിം ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ ഈ 10 മീറ്ററിനെ തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടും എടുക്കാം, ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടും എടുക്കാം. അപ്പോൾ ഇവിടെ യൂണിഫോം വെലോസിറ്റി നമുക്ക് പറയാം. എന്ത്? ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്താൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കും. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ പടം നോക്ക്. രണ്ടാമത്തെ പടത്തിൽ ആദ്യത്തെ 1 സെക്കൻഡ് ഇത് ഫസ്റ്റ് സെക്കൻഡ്, ഇത് രണ്ടാമത്തെ സെക്കൻഡ്, ഇത് മൂന്നാമത്തെ സെക്കൻഡ്, തേർഡ് സെക്കൻഡ്, ഇത് ഫോർത്ത് സെക്കൻഡ് ആണേ. ഈ ഒന്നാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചേ? 10 - 0 10 മീറ്റർ. രണ്ടാമത്തെ 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചേ? 10ഉം 30ഉം എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചു? 20 മീറ്റർ ദൂരം രണ്ടാമത്തെ 1 സെക്കൻഡിൽ സഞ്ചരിച്ചു, അല്ലെങ്കിൽ രണ്ടാം സെക്കൻഡിൽ സഞ്ചരിച്ചു എന്ന് പറയാം നമുക്ക്. രണ്ടാമത്തെ 1 സെക്കൻഡിൽ. ഇനി മൂന്നാമത്തെ 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു? 30 to 40 10 മീറ്റർ ദൂരം സഞ്ചരിച്ചു. നാലാമത്തെ 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു? 40 മുതൽ 60 വരെ. 60 - 40 എത്ര? 20 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ സമയ ഇടവേള തുല്യമാണ്. ഇതൊരു സെക്കൻഡാണ്, ഇതൊരു സെക്കൻഡാണ്, ഇതൊരു സെക്കൻഡാണ്, ഇതൊരു സെക്കൻഡാണ്. സമയ ഇടവേളകൾ ഇവിടെ തുല്യമാണ്. പക്ഷെ ആദ്യത്തെ 1 സെക്കൻഡിൽ 10 മീറ്റർ, അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ്. രണ്ടാമത്തെ 1 സെക്കൻഡിൽ 20 മീറ്റർ, അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ്, 20/1 അല്ലേ? ദൂരം ബൈ സമയം, 20/1 20 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ്. മൂന്നാമത്തേതിൽ വീണ്ടും 10 മീറ്റർ പെർ സെക്കൻഡ്, നാലാമത്തേതിൽ വീണ്ടും 20 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് സ്പീഡ് പോകുന്നത്. അപ്പോൾ തുല്യ സമയ ഇടവേളയിൽ തുല്യമല്ലാത്ത ദൂരങ്ങൾ സഞ്ചരിക്കുമ്പോൾ, എന്നൂടെ പറ, തുല്യ സമയ ഇടവേളകളിൽ തുല്യമല്ലാത്ത ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ സ്പീഡ് തുല്യമാണോ? അല്ല. ആദ്യത്തെ 1 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, അടുത്ത 1 സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡായി സ്പീഡ്, അടുത്ത 1 സെക്കൻഡിൽ വീണ്ടും 10 മീറ്റർ പെർ സെക്കൻഡായി, അടുത്ത 1 സെക്കൻഡ് വീണ്ടും 20 മീറ്റർ പെർ സെക്കൻഡായി. അപ്പോൾ തുല്യ സമയ ഇടവേളയിൽ തുല്യമല്ലാത്ത ദൂരങ്ങൾ സഞ്ചരിച്ചാൽ വസ്തു അസമവേഗത്തിലാണെന്ന് പറയാം, നോൺ യൂണിഫോം സ്പീഡിലാണെന്ന് പറയാം. അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അപ്പോൾ രണ്ടിടത്തും ഇന്റർവൽസ് ഓഫ് ടൈം ഈക്വൽ ആണ്. അപ്പോൾ യൂണിഫോം സ്പീഡ് ആണെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അൺഈക്വൽ സ്പീഡ് ആണെങ്കിൽ, നോൺ യൂണിഫോം സ്പീഡ് ആണെങ്കിൽ അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. തെറ്റിപ്പോലെ അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ അൺഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ഒന്നും പഠിച്ച് വെക്കരുത്, ചിലർക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരും. നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അപ്പോൾ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ വസ്തു
വേഗത്തിലാണെന്ന് പറയാം. തുല്യ സമയ ഇടവേളകളിൽ തുല്യമല്ലാത്ത ദൂരങ്ങൾ സഞ്ചരിച്ചാൽ വസ്തു അസമ വേഗത്തിലാണെന്ന് പറയാം. ഇനി ഇതുപോലെ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആയിട്ട് ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് എടുത്തൂടെ. അപ്പോൾ യൂണിഫോം വെലോസിറ്റി സമപ്രവേഗം. എന്താണ് യൂണിഫോം വെലോസിറ്റിയുടെ മലയാളം? സമപ്രവേഗം. മറ്റേതെന്തായിരുന്നു? സമവേഗം. യൂണിഫോം സ്പീഡ് എന്താ? സമവേഗം. നോൺ യൂണിഫോം സ്പീഡ് എന്താ? അസമവേഗം. സമവേഗവും അസമവേഗവും. അതുപോലെ സമപ്രവേഗമുണ്ട്. സമപ്രവേഗം എന്താ? അവിടുത്തെ ഡിസ്റ്റൻസ് മാറ്റി ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആക്കുക. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. തുല്യ സമയ ഇടവേളകളിൽ വസ്തുവിന് തുല്യമായ സ്ഥാനാന്തരം ഉണ്ടായാൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സമപ്രവേഗം അഥവാ യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കും. ലൈറ്റ് ട്രാവലിംഗ് ഇൻ വാക്വം എപ്പോഴും ഏത് വെലോസിറ്റിയിലാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും എപ്പോഴും വാക്വത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി. ചേഞ്ച് ചെയ്യൂല. റൊട്ടേഷൻ ഓഫ് എർത്ത്, പക്ഷേ റൊട്ടേഷൻ ഓഫ് എർത്ത് യൂണിഫോം വെലോസിറ്റി അല്ല കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു വെക്കണ്ടേ. റൊട്ടേഷൻ ഓഫ് എർത്ത് യൂണിഫോം വെലോസിറ്റി അല്ല. കാരണം നമ്മൾ ഇനി ഗ്രാവിറ്റേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. അതായത് ഭൂമി കറങ്ങുമ്പോൾ സൂര്യൻ അടുത്ത് വരുമ്പോഴും സൂര്യനും ദൂരെ പോകുമ്പോഴും അതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. അത് നമ്മൾ പഠിക്കും. അപ്പോൾ എപ്പോഴും ഒരേ വെലോസിറ്റിയിലല്ല, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിലല്ല അത് കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കണ്ട. റൊട്ടേഷൻ ഓഫ് എർത്ത് അതിൽ വരില്ല. ലൈറ്റ് ട്രാവലിംഗ് ഇൻ വാക്വം നമുക്ക് പറയാം. ഓക്കെ, പിന്നെ നോൺ യൂണിഫോം വെലോസിറ്റി പറയാം, അസമവേഗം പറയാം. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. നോക്ക്, സ്പീഡ് ഓർ ഡയറക്ഷൻ ഓർ ബോത്ത് ചേഞ്ച് വിത്ത് ടൈം. സ്പീഡ് ഓർ ഡയറക്ഷൻ ഓർ ബോത്ത് ചേഞ്ച് വിത്ത് ടൈം. അങ്ങനെയെങ്കിൽ നമുക്കതിനെ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും പറഞ്ഞു, യൂണിഫോം വെലോസിറ്റിയും പറഞ്ഞു. യൂണിഫോം വെലോസിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കണം. ഈക്വൽ ഇൻ്റർവെല്ലിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കണം അല്ലേ? ഇപ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഓക്കെ, ഇത് ആദ്യത്തെ ഒരു സെക്കൻഡ്. അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു? 10 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. ഇനി ഇങ്ങനെ സഞ്ചരിച്ചു. ഇതും 10 മീറ്റർ തന്നെ. ഇതും അടുത്ത ഒരു സെക്കൻഡ് കൊണ്ട്, രണ്ടാമത്തെ ഒരു സെക്കൻഡ് കൊണ്ടാണ് അടുത്തത് സഞ്ചരിച്ചത്. ഇനി ഇങ്ങനെ സഞ്ചരിച്ചു. ഇതും 10 മീറ്റർ ദൂരം തന്നെ, പക്ഷേ ഇത് അടുത്ത ഒരു സെക്കൻഡ് കൊണ്ടാണ് സഞ്ചരിച്ചത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇതും ഒരു സെക്കൻഡ്, ഇതും ഒരു സെക്കൻഡ്, ഇതും ഒരു സെക്കൻഡ്. എല്ലാം ഒരു സെക്കൻഡ് വെച്ച് തന്നെയാണ്, ഈക്വൽ ഇൻ്റർവൽസ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് നോക്ക്, ആദ്യത്തെ ഒരു സെക്കൻഡിൽ 10 മീറ്റർ. ഇവിടെ രണ്ടാമത്തെ ഡിസ്റ്റൻസ് നോക്ക്, രണ്ടാമത്തെ ഒരു സെക്കൻഡിലും 10 മീറ്റർ. മൂന്നാമത്തെ ടൈം ഇൻ്റർവൽ നോക്ക്, അവിടെയും 10 മീറ്റർ. അപ്പോൾ ഈക്വൽ ഇൻ്റർവൽസിൽ, ഈക്വൽ ടൈം ഇൻ്റർവൽസിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ പ്രശ്നം എന്താ? ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ? അല്ല. കാരണം വസ്തു എന്തിലല്ല സഞ്ചരിച്ചത്? സ്ട്രൈറ്റ് ലൈനിലല്ല സഞ്ചരിച്ചത്. വസ്തു സ്ട്രൈറ്റ് ലൈനിലല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം ഈ ഡയറക്ഷനിലേക്കായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ടാമത് ഇങ്ങോട്ടായി ഡിസ്പ്ലേസ്മെൻറ്റ്, മൂന്നാമത് ഇങ്ങോട്ടായി ഡിസ്പ്ലേസ്മെൻറ്റ്. ഓരോ സെക്കൻഡ് നമ്മൾ എടുത്താൽ, അപ്പോൾ മൊത്തത്തിലെടുത്താൽ ഇവിടെ നിന്ന് ഇവിടം വരെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉള്ളൂ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഓരോ സെക്കൻഡായിട്ട് എടുത്താൽ ആദ്യത്തെ സെക്കൻഡിൽ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ടാമത്തെ സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടായി, മൂന്നാമത്തിൽ ചരിഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഞാൻ വെക്ടർ പറഞ്ഞപ്പോഴേ പറഞ്ഞു, ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഇതാണ് ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അപ്പം വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിയാലും വെക്ടർ മാറും, വെക്ടറിൻ്റെ ഡയറക്ഷൻ മാറിയാലും വെക്ടർ മാറും. ഇവിടെ നോക്കുകയാണെങ്കിൽ മൂന്നിടത്തും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, 10 മീറ്റർ തന്നെയാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരുന്നാലും ഡയറക്ഷൻ മാറിയാൽ വെക്ടർ മാറി. എന്നോട് പറ, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരുന്നാലും ഡയറക്ഷൻ മാറിയാൽ വെക്ടർ മാറി. ഇവിടെ മാഗ്നിറ്റ്യൂഡ് 3 ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ മാറി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. അപ്പോൾ എന്തല്ല? യൂണിഫോം വെലോസിറ്റി അല്ല. യൂണിഫോം വെലോസിറ്റി അല്ല. ഇനി അടുത്തൊരു കേസ് നമുക്ക് നോക്കാം. അടുത്ത കേസ് എന്താ? വസ്തു ഇങ്ങനെ പോവുകയാണ്, സ്ട്രൈറ്റ് ലൈനിൽ തന്നെ പോവുകയാണ്. അപ്പോൾ എന്ത്? ഡയറക്ഷൻ ചേഞ്ച് ഇല്ല. സ്ട്രൈറ്റ് ലൈനിൽ നിന്ന് മാറിയാലേ ഡയറക്ഷൻ മാറും. സ്ട്രൈറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷൻ തന്നെ പൊയ്ക്കൊണ്ടിരുന്നാൽ കുഴപ്പമില്ല. സ്ട്രൈറ്റ് ലൈനിൽ നിന്ന് മാറിയാൽ ഡയറക്ഷൻ മാറി ആണേ. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ഇല്ല, ഒരേ ഡയറക്ഷനിൽ ഇങ്ങോട്ട് തന്നെ ഒബ്ജക്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ ഒരു സെക്കൻഡ്, ഇത് രണ്ടാമത്തെ ഒരു സെക്കൻഡ്. ആദ്യത്തെ ഒരു സെക്കൻഡിൽ എത്ര ദൂരം? 10 മീറ്റർ സഞ്ചരിച്ചു.
രണ്ടാമത്തെ ഒരു സെക്കൻഡിൽ 30 മീറ്റർ സഞ്ചരിച്ചു, മൂന്നാമത്തെ ഒരു സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിച്ചു. ആദ്യത്തെ ഒരു സെക്കൻഡിൽ വെലോസിറ്റി എത്ര? 10/1 10 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തേതിൽ 30/1 30 മീറ്റർ പെർ സെക്കൻഡ്. മൂന്നാമത്തേതിൽ 20/1 20 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ ഡയറക്ഷന് മാറ്റമില്ല, പക്ഷേ എന്ത് മാറി? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറി. ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 മീറ്റർ, രണ്ടാമത്തെ ഒരു സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാഗ്നിറ്റ്യൂഡ് 30 മീറ്റർ, മൂന്നാമത്തിൽ 20 മീറ്റർ. അത് മാറിയപ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറി. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആര്? സ്പീഡ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് വിളിക്കുന്നത്. സ്പീഡ് പ്ലസ് ഡയറക്ഷൻ ആണല്ലോ വെലോസിറ്റി, അല്ലേ? അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ സഞ്ചരിക്കുന്നു എന്നതുകൊണ്ട് കാര്യമില്ല. എന്തായിരിക്കണം? മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, അല്ലെ? സ്പീഡ് സെയിം ആയിരിക്കണം. സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിച്ചാൽ സ്പീഡ് സെയിം ആയിരിക്കണം. ഓരോ ടൈം ഇൻ്റർവെല്ലും സ്പീഡ് സെയിം ആയിരിക്കണം. ഇനി ഡയറക്ഷൻ മാറിയാലും മാറി. സ്ട്രെയിറ്റ് ലൈനിലല്ല സഞ്ചരിക്കുന്ന, മാഗ്നിറ്റ്യൂഡ് സെയിം ആക്കി വെച്ചു. എല്ലാ ടൈം ഇൻ്റർവെല്ലും 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ഇങ്ങനെ സഞ്ചരിക്കുന്ന കേസിൽ ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് എന്ത്? വെലോസിറ്റി. ഇവിടെയും 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് വെലോസിറ്റി. ഈ ടൈം ഇൻ്റർവെല്ലും 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, പക്ഷേ ഡയറക്ഷൻ മാറി. ആദ്യത്തേത് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ, രണ്ടാമത്തേൽ ഇങ്ങോട്ടാണ്, മൂന്നാമത്തെ ഇങ്ങോട്ടാണ്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി എന്ന് പറയണമെങ്കിൽ ഡയറക്ഷനും മാറാൻ പാടില്ല, മാഗ്നിറ്റ്യൂഡും മാറാൻ പാടില്ല. കാരണം ഒരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ ഒരു വെക്റ്ററിന് മാറ്റമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനും മാറ്റം ഉണ്ടാവാൻ പാടില്ല, ഡയറക്ഷനും മാറ്റം ഉണ്ടാവാൻ പാടില്ല. ഇതിലേതെങ്കിലും ഒന്ന് മാറി. അപ്പോൾ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് വിളിക്കുന്നത്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് സ്പീഡ്, അല്ലേ? അപ്പോൾ ഡയറക്ഷൻ. അപ്പോൾ ഒന്നുകിൽ സ്പീഡ് മാത്രം മാറുന്നു, അല്ലെങ്കിൽ ഡയറക്ഷൻ മാത്രം മാറുന്നു, അല്ലെങ്കിൽ രണ്ടും മാറുന്നു. ഇതിൽ ഏത് കേസായാലും വെലോസിറ്റി എന്തല്ല? യൂണിഫോം അല്ല. അതാണ് സ്പീഡ് ഓർ ഡയറക്ഷൻ ഓർ ബോത്ത് ചേഞ്ചസ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് സ്പീഡ് മാറുന്നു, അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ദിശ മാറുന്നു, അല്ലെങ്കിൽ രണ്ടും മാറുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ എന്ത്? വസ്തു നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ് എന്ന് പറയാം. വസ്തു നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ്, അസമപ്രവേഗത്തിലാണ് എന്ന് പറയാം. ഒരു ട്രാഫിക്കിലൂടെയുള്ള കാറിൻ്റെ മോഷന് എക്സാമ്പിളാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡാണെന്ന് വിചാരിക്കുക, വളവും തിരിവൊന്നുമില്ല. അപ്പോൾ പറയുമ്പോൾ കാർ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ തന്നെയാണ് പോകുന്നത്, പക്ഷേ ട്രാഫിക് ഉണ്ടെങ്കിൽ ഓരോ സമയത്തും ഓരോ സ്പീഡായിരിക്കും. അതായത് മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആയിരിക്കും വെലോസിറ്റിയുടെ. അപ്പോൾ എന്തല്ല? സമപ്രവേഗത്തിലല്ല. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് സമവേഗത്തിലും സമപ്രവേഗത്തിലും നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സമപ്രവേഗവും അസമപ്രവേഗവും കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ യൂണിഫോം മോഷൻ എന്ന് ചിലപ്പോൾ തന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വസ്തു സമപ്രവേഗത്തിലാണെന്നാണ് അർത്ഥം. യൂണിഫോം മോഷൻ എന്ന് മാത്രമേ തരാവൂ. യൂണിഫോമിൻ്റെ മോഷൻ്റെ ഇടയ്ക്ക് വേറൊന്നും വരരുത്. കാരണം വേറെണ്ണം വരുന്നുണ്ട്. യൂണിഫോം സർക്കുലർ മോഷൻ ഉണ്ട്, അത് വേറെ കേസാണ്. ഓക്കെ, അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വസ്തുവിന് യൂണിഫോം വെലോസിറ്റിയാണ്. ഒന്നുകൂടെ പറ, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വസ്തുവിന് യൂണിഫോം വെലോസിറ്റിയാണ് എന്നാണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത്? എല്ലാ സമയത്തും ഒരേ വെലോസിറ്റി. അതാണ് ഓർക്കേണ്ടത്. എന്താണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? എല്ലാ സമയത്തും ഒരേ വെലോസിറ്റി. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഒരേ സ്പീഡ്. അപ്പോൾ എല്ലാ സമയത്തും ഒരേ വെലോസിറ്റി ആവണമെങ്കിൽ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആവണം. എല്ലാ സമയത്തും ഒരേ സ്പീഡ് ആവണമെങ്കിൽ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വെലോസിറ്റിക്ക് മാറ്റമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് യൂണിഫോം വെലോസിറ്റി. സ്പീഡിന് മാറ്റമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് യൂണിഫോം സ്പീഡ്. അല്ല ഡിസ്റ്റൻസിന് മാറ്റമില്ലാതിരിക്കുന്ന അവസ്ഥ അല്ല. അപ്പോൾ ഡിസ്റ്റൻസിന് ചേഞ്ച് ഇല്ല എന്നല്ല, ഈക്വൽ ചേഞ്ച് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈക്വൽ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, അല്ലെങ്കിൽ അതിനെ സിമ്പിളായിട്ട് എങ്ങനെ പറയാം? ഈക്വൽ ഡിസ്റ്റൻസസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതുപോലെ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതാണ് യൂണിഫോം സ്പീഡും യൂണിഫോം വെലോസിറ്റിയും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂണിഫോം വെലോസിറ്റിയുടെ കാര്യമാണ്. യൂണിഫോം വെലോസിറ്റിയിലായിരിക്കണമെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആയിരിക്കണം. അവിടെ എന്ത് ചെയ്യണം? വസ്തുവിൻ്റെ സ്പീഡും മാറാൻ പാടില്ല, ഡയറക്ഷനും മാറാൻ പാടില്ല. ഇതിലേതെങ്കിലും ഒന്നോ രണ്ടുമോ മാറിയാൽ വെലോസിറ്റി മാറി. അപ്പോൾ അതെന്താവും? നോൺ യൂണിഫോം വെലോസിറ്റി, അസമപ്രവേഗമാവും. ഓക്കെ, അതാണ് അസമപ്രവേഗത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ളൊരു ഒരു ഒരു വ്യത്യാസം നമ്മൾ, അല്ലെങ്കിൽ അത് തമ്മിലുള്ളൊരു റിലേഷൻ നമ്മളൊന്ന് നോക്കിയാൽ, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷനാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്.
ഓക്കെ, ദൂരത്തിൻ്റെ മാറ്റത്തിൻ്റെ നിരക്കാണ് വേഗം, സ്ഥാനാന്തരത്തിൻ്റെ മാറ്റത്തിൻ്റെ നിരക്കാണ് പ്രവേഗം. ഓക്കെ, രണ്ടിനും സെയിം യൂണിറ്റും സെയിം ഡയമെൻഷനുമാണ്. എന്താണ് രണ്ടിൻ്റെയും ഡയമെൻഷൻ LT⁻⁻1 ആണ്. രണ്ടിൻ്റെയും യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. പക്ഷേ സ്പീഡ് ഒരു സ്കെയിലാറും വെലോസിറ്റി ഒരു വെക്ടറുമാണ്. വേഗം അദിശവും പ്രവേഗം സദിശവുമാണ്. വെലോസിറ്റിക്ക് എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ സീറോയും ആവാം. പക്ഷേ സ്പീഡ് എന്ത് മാത്രമേ ആവൂ? പോസിറ്റീവ് ആവൂ. ആൾറെഡി നമ്മൾ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. സ്പീഡ് എപ്പോഴും വെലോസിറ്റിക്ക് തുല്യമോ അതിനേക്കാൾ വലുതായിരിക്കും. ഒരിക്കലും സ്പീഡ് വെലോസിറ്റിയേക്കാൾ ചെറുതാവില്ല. പ്രത്യേകം ഓർത്തോണേ, ഡിസ്പ്ലേസ്മെന്റിൽ നമ്മളിത് പറഞ്ഞാണ്, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിന് തുല്യമോ അതിനേക്കാൾ വലുതോ ആവാം. ഒരിക്കലും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ ചെറുതാവില്ല. അതുപോലെ തന്നെയാണ് വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ളതും. സ്പീഡ് വെലോസിറ്റിക്ക് തുല്യമോ അതിനേക്കാൾ വലുതോ ആവാം. ഒരിക്കലും സ്പീഡ് വെലോസിറ്റിയേക്കാൾ ചെറുതാവില്ല. ഓക്കെ, അപ്പോൾ സ്പീഡോ ഡയറക്ഷനോ അല്ലെങ്കിൽ എന്ത് പറയാം, മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ അല്ലെങ്കിൽ രണ്ടുമോ മാറിയാൽ ആര് മാറും? വെലോസിറ്റി മാറും. ഓക്കെ, വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ച്, ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ നോൺ യൂണിഫോം വെലോസിറ്റി. ഞാൻ തൊട്ടും പറഞ്ഞ കാര്യമാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിലല്ല? യൂണിഫോം വെലോസിറ്റിയിലല്ല. ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ അത് എന്തിലാണെന്ന് പറയാം? നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ് എന്ന് പറയാമല്ലോ. എന്താണ്? ഒന്നുകൂടെ പറ. ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ നമുക്ക് ആ ഒബ്ജക്റ്റ് നോൺ യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയാം. ഞാൻ പറഞ്ഞു യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? സമയം എത്ര കഴിഞ്ഞാലും ഒരേ വെലോസിറ്റി തന്നെയാണ്. അതാണ് യൂണിഫോം വെലോസിറ്റിയുടെ അർത്ഥം. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ വസ്തു നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ്, അല്ലേ? അപ്പോൾ രണ്ട് തരത്തിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് മാറാം, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറാം. ഡയറക്ഷൻ മാറാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വസ്തു സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ മാത്രമേ പോകാവൂ. ഈ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ആൾ തിരിച്ചാലും എന്ത് മാറി? ഡയറക്ഷൻ മാറി. അപ്പോൾ ഡയറക്ഷൻ മാറിയ വെലോസിറ്റി മാറി. കാരണം അങ്ങോട്ടുള്ള വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ടുള്ള നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് വെലോസിറ്റി, പോസിറ്റീവ് വെലോസിറ്റി, നെഗറ്റീവ് വെലോസിറ്റി ഈക്വൽ അല്ല, രണ്ടും രണ്ട് വെലോസിറ്റിയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ ഡയറക്ഷൻ മാറാതെ ഒരേ ഡയറക്ഷനിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യൂണിഫോം വെലോസിറ്റി കിട്ടൂ. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലായിരിക്കണമെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ തന്നെ പോകണം. അതല്ലാതെ ഏത് ഡയറക്ഷൻ പോലും മാറി. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ കുറച്ച് ദൂരം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് രണ്ടും, പക്ഷേ ഡയറക്ഷൻ മാറി. ആദ്യം ഇങ്ങോട്ടായിരുന്നു വെലോസിറ്റി, ഇപ്പോൾ അതേ വെലോസിറ്റി ഇങ്ങോട്ടായി, ഡയറക്ഷൻ മാറി. ഇനി ഇങ്ങനെ പോയി, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്, പക്ഷേ വീണ്ടും ഡയറക്ഷൻ ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ഡയറക്ഷൻ മാറിക്കൊണ്ടിരുന്നാൽ വെലോസിറ്റി മാറും. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ മാത്രം പോയിട്ട് കാര്യമില്ല. സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ പോയാൽ മാത്രമേ വസ്തു യൂണിഫോം വെലോസിറ്റിയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് ഈസ് ആൾവേസ് ചേഞ്ചിങ്. സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ, സർക്കുലർ പാത്ത് എന്നല്ല, സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത ഏത് പാത്തായാലും വെലോസിറ്റി ചേഞ്ച് ചെയ്യും. പക്ഷേ സർക്കിൾ ആകുമ്പോൾ അത് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യും. ഇനിയിപ്പോൾ സർക്കുലർ മോഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, നിങ്ങൾ ഒരു കല്ല് മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ നൂല് കെട്ടി കറക്കുകയാണ്. ഈ കറക്കിക്കൊണ്ടിരുന്നിട്ട് ഇതിനെ ഒരു പൊസിഷനിൽ വെച്ചങ്ങ് വിട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത്രയും നേരം കറങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ ഊക്കിന് നമ്മൾ വിചാരിക്കുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഇത് വളഞ്ഞു പോകുമെന്നാണ്. പക്ഷെ നമ്മൾ എവിടെ വെച്ച് വിടുന്നോ ആ വിടുന്നിടത്തുനിന്ന് സ്ട്രെയിറ്റ് ലൈനാണ് ഈ സാധനം പോകുന്നത്. അപ്പം കല്ല് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. കല്ല് ഇവിടെ എത്തി, കറക്കി നിങ്ങളിങ്ങനെ നൂല് വെച്ച് കറക്കി കല്ല് ഇവിടെ എത്തിയിട്ട് ഇവിടെ വെച്ച് നിങ്ങൾ ഈ നൂലിൽ നിന്ന് വിട്ടാൽ ഇതിങ്ങനെ വളഞ്ഞല്ല പോകുന്നത്, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. നിങ്ങൾ എവിടെ വെച്ച് വിട്ടോ ആ പോയിന്റിൽ ഒരു ടാൻജൻഷ്യലായിട്ട്, ഇതാണ് സർക്കിളിന് ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റ്. ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ വിട്ടാൽ ഇവിടെ നിന്നൊരു ടാൻജൻറ്റ്, ഈ ടാൻജൻറ്റിൽ കൂടെ ആയിരിക്കും ആര് പോകുന്നത്? ആ കല്ല് തെറിച്ച് പോകുന്നത്. അല്ലാതെ അത്രയും നേരം വളഞ്ഞ് കറങ്ങിക്കൊണ്ടിരുന്ന, സർക്കുലറായി കറങ്ങിക്കൊണ്ടിരുന്ന കല്ല് ഇങ്ങനെ വളഞ്ഞു പോകില്ല. ഇനി വീട്ടിലൊക്കെ ടൈലൊക്കെ ഇടാൻ വരുന്ന ആളുകൾ ടൈൽ കട്ടിങ് മെഷീൻ വെച്ച് ടൈൽ കട്ട് ചെയ്യുമ്പോൾ നോക്കണം, അവിടെ സ്പാർക്ക് ഉണ്ടാവും, തീപ്പൊരി ഉണ്ടാവും. സർഫസുകളുമായി കോൺടാക്ട് ചെയ്യുന്നത് തീപ്പൊരി ഉണ്ടാവും. ഈ തീപ്പൊരി എന്തല്ല ചെയ്യുന്നത്? ഈ കട്ട് ചെയ്യുന്ന മെഷീൻ ഇങ്ങനെ സർക്കുലറായിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ അവിടെ ഉണ്ടാകുന്ന തീപ്പൊരി അതിനനുസരിച്ച് വളഞ്ഞല്ല തെറിക്കുന്നത്. എവിടെ വെച്ചാണോ തീപ്പൊരി ഉണ്ടാകുന്നത് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈനിലാണ് എന്ത് ചെയ്യുന്നത്? തീപ്പൊരി തെറിക്കുന്നത്. വാഹനങ്ങൾ ചെളിവെള്ളത്തിൽ കൂടെ ഓടുമ്പോൾ അപ്പോൾ ചെളി തെറിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ചെളിവെള്ളം വളഞ്ഞ് കറങ്ങിയല്ല അടിക്കുന്നത്, ചെളിവെള്ളം സ്ട്രെയിറ്റ് ലൈനിലാണ് തെറിക്കുന്നത്. അപ്പോൾ സർക്കുലാർ മോഷൻ ആണെങ്കിൽ ഏത് പോയിന്റിലും ആ വെലോസിറ്റി ആ പോയിന്റിന് ടാൻജൻഷ്യലായിരിക്കും. ഏത് പോയിന്റിലെയും വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ പോയിന്റിന് ടാൻജൻഷ്യലായിരിക്കും ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഇവിടെ ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നത്, ഇങ്ങനെയാണ് കറങ്ങുന്നത്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതിന് പകരം ക്ലോക്ക് വൈസ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ വെച്ചുവിട്ടാൽ കല്ല് ഇങ്ങോട്ട് തെറിക്കും, ഇവിടെ വെച്ചുവിട്ടാൽ ഇങ്ങോട്ട് തെറിക്കും. അപ്പോൾ സർക്കുലാർ പാത്തിലെ ടാൻജൻ്റാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. സർക്കുലാർ പാത്തിൻ്റെ ടാൻജൻ്റാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. മനസ്സിലായോ? ഡയറക്ഷൻ ഓഫ് മോഷനിൽ നമ്മൾ ഒരു പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻ്റാണ് എന്തെന്ന് പറയുന്നത്?
എന്തെന്ന് പറയുന്നത് അവിടുത്തെ വെലോസിറ്റി. അപ്പോൾ സർക്കുലാർ ആണ് പാത്തെങ്കിൽ ദേ ഇവിടെ ഇങ്ങോട്ടാണ് വെലോസിറ്റി, ഇവിടെ ഇങ്ങോട്ടാണ് വെലോസിറ്റി, ഇവിടെ താഴോട്ട്, ഇവിടെ വീണ്ടും ഇങ്ങോട്ട്, ടാൻജൻ്റ് ആകുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഇവിടെ വീണ്ടും ഇങ്ങോട്ട്, ഇവിടെ വീണ്ടും ഇങ്ങോട്ട്, കണ്ടിന്യൂസ്ലി എന്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആണേ, കണ്ടിന്യൂസ്ലി വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് ഈസ് ആൾവേസ് ചേഞ്ചിങ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെലോസിറ്റിയും ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ഫോർ യൂണിഫോം മോഷൻ വെലോസിറ്റി അപ്പോൾ സർക്കുലർ പാത്തിൽ എന്തില്ല സർക്കുലർ പാത്തിൽ എന്ത് വെലോസിറ്റി ഈസ് ആൾവേസ് ചേഞ്ചിങ്. ഡയറക്ഷൻ ഓഫ് മോഷൻ മാറിയാൽ വെലോസിറ്റിയും ചേഞ്ച് ചെയ്യാണ്. വെലോസിറ്റി ഈസ് ആൾസോ ചേഞ്ചിങ്. അപ്പോൾ നമുക്ക് യൂണിഫോം മോഷൻ എന്ന് പറയാൻ പറ്റില്ല. പകരം നമ്മൾ വേറൊരു പേര് വിളിക്കും. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, സ്പീഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഈ പറഞ്ഞ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നുണ്ട്, പക്ഷേ ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ നമുക്ക് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. അങ്ങനെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയ മോഷനെ നമ്മൾ വേറൊരു പേര് വിളിക്കും. അത് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പ്രത്യേകം എടുത്ത് പറയും. അതിനെ യൂണിഫോം മോഷൻ നമ്മൾ പറയാറില്ല. ഓക്കെ, യൂണിഫോം മോഷൻ ആവണമെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ സർക്കുലർ പാത്തിലൂടെ ഒരു ബോഡി മൂവ് ചെയ്താൽ അത് നോൺ യൂണിഫോം മോഷനാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നിങ്ങൾ യൂണിഫോം മോഷൻ എടുക്കുക. യൂണിഫോം മോഷന് നമ്മൾ പറഞ്ഞ റിക്വയർമെൻറ്റ് എന്താണ്? ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ റിക്വയർമെൻറ്റ് പറഞ്ഞു, സ്ട്രൈറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ തന്നെ ഒബ്ജക്റ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അല്ലാതെ ഒബ്ജക്റ്റ് സഞ്ചരിച്ചാൽ, സ്ട്രൈറ്റ് ലൈനിൽ നിന്ന് മാറിയാൽ ഡയറക്ഷൻ മാറി, സ്ട്രൈറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ സഞ്ചരിച്ചാൽ മാത്രമേ എന്ത് പറ്റൂ എന്ന് നമ്മൾ പറഞ്ഞു, ബോഡിക്ക് യൂണിഫോം മോഷനിലായിരിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നിങ്ങൾ ആലോചിക്കുക, സ്ട്രൈറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നാൽ, അതായത് യൂണിഫോം മോഷനിലാണെങ്കിൽ വെലോസിറ്റി ഈസ് സെയിം ആസ് ദ ആവറേജ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജസ്റ്റ് വെലോസിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് വെലോസിറ്റിയാണ്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. ജസ്റ്റ് സ്പീഡെന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിനെയാണ്. ആവറേജ് ആണെങ്കിൽ നമ്മൾ എടുത്ത് പറയും, ആവറേജ് വെലോസിറ്റി എന്നും ആവറേജ് സ്പീഡെന്നും എടുത്ത് പറയും. അങ്ങനെ ഫ്രണ്ടിലൊന്നും ഇടാതെ ജസ്റ്റ് വെലോസിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ അത് എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. സ്പീഡെന്ന് മാത്രം പറഞ്ഞാൽ അതെന്താണ്? അത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ പടം ഉണ്ടല്ലോ, ആ പടം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യത്തെ ഒരു സെക്കൻഡിലെ വെലോസിറ്റി എത്ര നമ്മൾ പറഞ്ഞു? 10 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തേലും എത്ര തന്നെ? 10 മീറ്റർ പെർ സെക്കൻഡ്. മൂന്നാമത്തേലും എത്ര തന്നെ? 10 മീറ്റർ പെർ സെക്കൻഡ്. നാലാമത്തേലും 10, അഞ്ചാമത്തേലും 10. ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും ഉള്ള വെലോസിറ്റി 10 ആണ്. ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലുമുള്ള വെലോസിറ്റി 10. അതായത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഇവിടെ എത്രയാണ്? ഓരോ ഇൻസ്റ്റൻറ്റിലെയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എത്രയാണ്? ആദ്യത്തെ ഒരു സെക്കൻഡ് എന്ന ഇൻസ്റ്റൻറ്റിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, രണ്ടാമത്തെ ഒരു സെക്കൻഡ് എന്ന ഇൻസ്റ്റൻറ്റിലും 10 മീറ്റർ പെർ സെക്കൻഡ്, മൂന്നാമത്തെ ഒരു സെക്കൻഡ് എന്ന ഇൻസ്റ്റൻറ്റിലും 10 മീറ്റർ പെർ സെക്കൻഡ്. ഓരോ ഇൻസ്റ്റൻറ്റിലും, ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി സെയിം ആണ്. ഇനി ഇങ്ങനെ സഞ്ചരിച്ച് ഇത് എത്ര ദൂരം വരെ പോയി? മൊത്തം ദൂരം നിങ്ങൾ നോക്കിയേ, മൊത്തം എത്ര ദൂരം പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 200 മീറ്റർ. 200 മീറ്റർ ആണേ. 10 മീറ്റർ സഞ്ചരിക്കാൻ 1 സെക്കൻഡ്, 20 മീറ്റർ സഞ്ചരിക്കാൻ 2 സെക്കൻഡ്, 30 മീറ്റർ സഞ്ചരിക്കാൻ 3 സെക്കൻഡ്, 50-ന് 5, 60-ന് 6 എങ്കിൽ 200-ന് എത്ര സമയം എടുത്ത് കാണും? 20 സെക്കൻഡ് സമയം എടുത്ത് കാണൂലേ? കാരണം ഇങ്ങനെ പോയാൽ 10 സെക്കൻഡ് ആകുമ്പോൾ ഇത് 100 മീറ്റർ എത്തി. അപ്പോൾ 20 സെക്കൻഡ് ആകുമ്പോൾ 200 മീറ്റർ എത്തും. അപ്പോൾ 200 മീറ്റർ ദൂരം ഡെൽറ്റ എക്സ് എത്ര? 200 മീറ്റർ. ഡെൽറ്റ ടി എത്ര? 20 സെക്കൻഡ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി എത്ര? വി ആവറേജ് എത്ര? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എക്സ് എത്ര? 200. ഡെൽറ്റ ടി എത്ര? 20. വെട്ടിക്കളയാം. 20/2 10 മീറ്റർ പെർ സെക്കൻഡ്. കണ്ട, ഇത് തന്നെയല്ലേ നമുക്ക് ഓരോ ഇൻസ്റ്റൻറ്റിലെയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്കും കിട്ടിയത്? ഓരോ ഇൻസ്റ്റൻറ്റിലെയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്കും ഇതേ വാല്യൂ തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? ആണ്. അപ്പോൾ യൂണിഫോം മോഷനിലായിരുന്നപ്പോൾ എന്താണ്? യൂണിഫോം മോഷനിലായിരുന്നപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും തുല്യമാണ്. ശരാശരി പ്രവേഗവും തൽക്ഷണ പ്രവേഗവും തുല്യമാണ്. സമചലനത്തിലാണെങ്കിൽ, സമചലനം എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോം വെലോസിറ്റിയിലാണ് ചലിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞു, യൂണിഫോം മോഷൻ എന്ന് തന്നിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യൂണിഫോം വെലോസിറ്റിയിലാണ് ചലിക്കുന്നത്. സമചലനം എന്ന് തന്നാൽ അതിൻ്റെ അർത്ഥം സമപ്രവേഗത്തിലാണ് ചലിക്കുന്നതെന്നാണ്. അപ്പോൾ യൂണിഫോം മോഷനിലാണ് ഒരു ഒബ്ജക്റ്റ് എങ്കിൽ വെലോസിറ്റി സെയിം ആസ് ദ ആവറേജ് വെലോസിറ്റി, അല്ലെങ്കിൽ പ്രവേഗം എന്നത്
ശരാശരി പ്രവേഗത്തിന് തുല്യമായിരിക്കും. ഈ പ്രവേഗം എന്ന് മാത്രം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? തൽക്ഷണ പ്രവേഗം. അപ്പോൾ ഒരു വസ്തു സമചലനത്തിലാണെങ്കിൽ ഓരോ ക്ഷണത്തിലെയും അതിൻ്റെ തൽക്ഷണ പ്രവേഗം ശരാശരി പ്രവേഗത്തിന് തുല്യമായിരിക്കും അറ്റ് ആൾ ഇൻസ്റ്റൻറ്റ്. എല്ലാ സമയത്തും അതാണ് അറ്റ് ആൾ ഇൻസ്റ്റൻറ്റ്. എല്ലാ സമയത്തും ആ വസ്തുവിൻ്റെ തൽക്ഷണ പ്രവേഗം അതിൻ്റെ ശരാശരി പ്രവേഗത്തിന് തുല്യമായിരിക്കും. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ എന്ത് ദ വെലോസിറ്റി ഈസ് സെയിം ആസ് ദ ആവറേജ് വെലോസിറ്റി അറ്റ് ആൾ ഇൻസ്റ്റൻറ്റ്സ്. അപ്പോൾ അത് ഓർത്തോണം. ഓക്കെ, ഇനി യൂണിഫോം മോഷനിൽ എന്ത്? ആവറേജ് വെലോസിറ്റി കണ്ടോ, അതാണ് ഇൻ യൂണിഫോം മോഷൻ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. യൂണിഫോം മോഷനിൽ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും തുല്യമായിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇങ്ങനെയുള്ള ചില സ്പെസിഫിക് സാധനങ്ങളൊക്കെയാണ് PSC എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ യൂണിഫോം മോഷനിൽ ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്ക് തുല്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില എക്സെപ്ഷണൽ കേസുകൾ പഠിച്ചു വെക്കണം. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു വന്നതിലുള്ള അങ്ങനെയുള്ള സാധനം ഏതാണ്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തുല്യമാവണമെങ്കിൽ വസ്തു സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കണം. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തുല്യമായാൽ വെലോസിറ്റിയും സ്പീഡും തുല്യമാവും. അപ്പോൾ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും തുല്യമാവും. അത് നമ്മൾ പറഞ്ഞു. ഇനി സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പോൾ ഈക്വൽ ഇൻ്റർവെൽസിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ തുല്യമായിരിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും തുല്യമായിരിക്കും. കാരണം അങ്ങനെയാണ് പോണെങ്കിൽ ബോഡി എന്തിലായി? യൂണിഫോം മോഷനിലായി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പടം. നമ്മൾ ഈ പടത്തിന് വരെ മറ്റേ പടത്തിലോട്ട് ബാക്ക് അടിച്ച് പോയി. ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു ഈ സ്ലൈഡിൽ പടം ഇട്ടത്. പോട്ടെ, നമ്മൾ നേരെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത്? അങ്ങനെയല്ല. ഇവിടെ എന്തായിരുന്നു? ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡാണ് ആദ്യത്തെ ഇൻസ്റ്റൻറ്റിൽ. രണ്ടാമത്തെ സെക്കൻഡ് എത്രയായി? 20 മീറ്റർ പെർ സെക്കൻഡായി. മൂന്നാമത്തേൽ വീണ്ടും 10 ആയി. നാലാമത്തേൽ വീണ്ടും 20 മീറ്റർ പെർ സെക്കൻഡായി. പക്ഷേ മൊത്തമുള്ളത് നിങ്ങൾ എടുത്തു നോക്ക്. ഇവിടെയും നേരത്തെ പറഞ്ഞാൽ 200/20 തന്നെ. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി 10 ആണ്. പക്ഷേ ആദ്യത്തെ ഇൻസ്റ്റൻറ്റേനിയസ് 10, രണ്ടാമത്തെ ഇൻസ്റ്റൻറ്റേനിയസ് 20, മൂന്നാമത്തെ വീണ്ടും 10, വീണ്ടും 20. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റീസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിനു തുല്യമല്ല? ആവറേജിന് എപ്പോഴും തുല്യമല്ല. പക്ഷെ മറ്റേടത്ത് ഇവിടെ എന്താണ്? ഇവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10. എല്ലാ ഇൻസ്റ്റൻറ്റിലും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആവറേജ് വെലോസിറ്റിയും തുല്യമാണ്. ഓക്കെ, അതാണ് യൂണിഫോം മോഷൻ്റെ ഒരു സവിശേഷത. ഇത് SCERTയിലും തന്നിരിക്കുന്ന പോയിൻ്റാണ്. NCERTയിൽ മാത്രമല്ല SCERTയിലും തന്നിരിക്കുന്ന പോയിൻ്റാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും തുല്യമായിരിക്കും. ഓക്കെ, ഇനി എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി മൂവ്സ് വിത്ത് യൂണിഫോം സ്പീഡ്. അതായത് ഒരു വസ്തുവിന് യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറഞ്ഞാൽ അതിന് യൂണിഫോം സ്പീഡുമായിരിക്കും. ബട്ട് എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് നീഡ് നോട്ട് ടു മൂവ് വിത്ത് യൂണിഫോം വെലോസിറ്റി. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എടു. 10 മീറ്റർ 10 മീറ്റർ 10 മീറ്റർ സ്പീഡ് എടു. ഇത് ആദ്യത്തെ 1 സെക്കൻഡ്, ഇത് രണ്ടാമത്തെ 1 സെക്കൻഡ്, ഇത് മൂന്നാമത്തെ 1 സെക്കൻഡ്. ആദ്യത്തെ 1 സെക്കൻഡിലെ വെലോസിറ്റി എത്ര? 10/1 വെലോസിറ്റിയിലെ സ്പീഡ് എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ സ്പീഡ് എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. മൂന്നാമത്തെ സ്പീഡ് എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. 3 ഇൻസ്റ്റൻറ്റിലും സ്പീഡ് സെയിം ആണ്, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി സെയിം ആണോ ഇവിടെ? അല്ല. സ്പീഡ് സെയിം ആണ്, പക്ഷേ ആദ്യത്തെ 10 മീറ്റർ പെർ സെക്കൻഡ് ഈ ഡയറക്ഷനിലാണ്, രണ്ടാമത്തെ 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്, മൂന്നാമത്തത് ഈ ഡയറക്ഷനിലാണ്. ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ വെലോസിറ്റി സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒബ്ജക്റ്റ് യൂണിഫോം സ്പീഡിലാണ്, പക്ഷേ യൂണിഫോം വെലോസിറ്റിയിലല്ല. മനസ്സിലായോ? യൂണിഫോം സ്പീഡിലാണ്, പക്ഷേ യൂണിഫോം വെലോസിറ്റിയിലല്ല. അപ്പോൾ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു യൂണിഫോം വെലോസിറ്റിയിലാവണമെന്ന് നിർബന്ധമില്ല. നീഡ് നോട്ട് ടു മൂവ് വിത്ത് യൂണിഫോം വെലോസിറ്റി. സമവേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തു സമപ്രവേഗത്തിലായിരിക്കണമെന്നില്ല, പക്ഷേ സമപ്രവേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തു എപ്പോഴും സമവേഗത്തിലായിരിക്കും. എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി മൂവ്സ് വിത്ത് യൂണിഫോം സ്പീഡ്. അതെന്തുകൊണ്ടാണ്? കാരണം വെലോസിറ്റി യൂണിഫോം ആയിരിക്കണമെങ്കിൽ എന്തൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കണം? സ്പീഡും കോൺസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീഡും കോൺസ്റ്റന്റ് ആയിരിക്കണം, ഡയറക്ഷനും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഡയറക്ഷൻ ഡു നോട്ട് ചേഞ്ച്. ഇത് രണ്ടും ഒബേ ചെയ്താൽ മാത്രമേ നമുക്ക് യൂണിഫോം വെലോസിറ്റി എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ ആൾറെഡി സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അഥവാ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത്? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആവണമെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആയേ പറ്റുമെന്ന് ആൾറെഡി പറഞ്ഞു. അതുപോലെ ഡയറക്ഷനും മാറില്ല. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിലാണോ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, മൂവ്സ് വിത്ത് യൂണിഫോം സ്പീഡ്. പക്ഷേ യൂണിഫോം സ്പീഡിലാണ് എന്ന് കരുതി യൂണിഫോം വെലോസിറ്റിയിലാവണമെന്നില്ല. അതോർത്തോണേ.
ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ വിൽ ബി ഇൻ യൂണിഫോം സ്പീഡ്, ബട്ട് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം സ്പീഡ് നീഡ് നോട്ട് ടു ബി ഇൻ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, സമപ്രവേഗത്തിലായിരിക്കുന്ന വസ്തു സമവേഗത്തിലായിരിക്കും, പക്ഷെ സമവേഗത്തിലാണെന്ന് കരുതി ഒരു വസ്തു സമപ്രവേഗത്തിലാവണമെന്നില്ല. ആ പോയിന്റ് ഓർത്ത് വെച്ചോണം പ്രവേഗത്തിൽ. ഓക്കെ, ഇനി എ പാർട്ടിക്കിൾ മൂവിങ് റൗണ്ട് എ സർക്കിൾ വിത്ത് യൂണിഫോം സ്പീഡ് ഹാസ് നോൺ യൂണിഫോം വെലോസിറ്റി. ഞാൻ പറഞ്ഞ കേസാണ്. സിൻസ് ദ ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. അതായത് നിങ്ങളൊരു കല്ല് കെട്ടി കറക്കുന്നു, ഇവിടുത്തെ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്, ഇവിടുത്തെ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്, ഇവിടുത്തെ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്, ഇവിടുത്തെ ഈ ഡയറക്ഷനിലാണ്. പക്ഷെ ഇവിടെ എല്ലായിടത്തും മാഗ്നിറ്റ്യൂഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. സ്പീഡ് എല്ലായിടത്തും 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, പക്ഷെ ഡയറക്ഷൻ കണ്ട ചറപറ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എ പാർട്ടിക്കിൾ മൂവിങ് റൗണ്ട് എ സർക്കിൾ വിത്ത് യൂണിഫോം സ്പീഡ് ഹാസ് നോൺ യൂണിഫോം വെലോസിറ്റി. ഇത് എക്സാമ്പിളാണ്, നമ്മൾ ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ സ്പീഡ് എന്താണ്? യൂണിഫോം ആണ്. പക്ഷേ വെലോസിറ്റി യൂണിഫോം ആണോ? അല്ല. ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അത് നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ്. അപ്പോൾ യൂണിഫോം സ്പീഡിലായിരിക്കുമ്പോഴും ഒരു വസ്തുവിന് നോൺ യൂണിഫോം വെലോസിറ്റിയിലാവാം. എന്നൂടെ പറ, യൂണിഫോം സ്പീഡിലായിരിക്കുമ്പോഴും ഒരു വസ്തുവിന് നോൺ യൂണിഫോം വെലോസിറ്റിയിലാവാം. അതിൻ്റെ ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് വിളിക്കുന്നത്. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് വിളിക്കുന്നത്. സമവർത്തുള ചലനം എന്ന് മലയാളത്തിൽ പറയും നമ്മൾ. സമവർത്തുള ചലനം പ്രത്യേക ഓർത്തോ. സമവർത്തുള ചലനത്തിൽ പ്രവേഗമല്ല സ്ഥിരമായിരിക്കുന്നത്. എന്താണ് സ്ഥിരമായിരിക്കുന്നത്? വേഗതയാണ് സ്ഥിരമായിരിക്കുന്നത്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സർക്കുലാർ മോഷനെയാണ്, ഒന്നുകൂടെ പറ, സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സർക്കുലാർ മോഷനെയാണ് നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ അഥവാ സമവർത്തുള ചലനം എന്ന് വിളിക്കുന്നത്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സർക്കുലാർ മോഷനെയാണ് നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ അഥവാ സമവർത്തുള ചലനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സമവർത്തുള ചലനത്തിൽ വസ്തു സമവേഗത്തിലാണ്, യൂണിഫോം സ്പീഡിലാണ്, പക്ഷേ സമപ്രവേഗത്തിലല്ല, യൂണിഫോം വെലോസിറ്റിയിലല്ല. അതാണ് സമവേഗവും സമപ്രവേഗവും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് വെലോസിറ്റിയും സ്പീഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഒരു കൺസെപ്റ്റ് കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതാണ് ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വെലോസിറ്റി, ഡിസ്റ്റൻസിൻ്റെ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ആണ് സ്പീഡ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ടൈം റേറ്റ്, സമയത്തിനനുസരിച്ച് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം, ഇതാണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തു ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, ഇത് 1-ാമത്തെ സെക്കൻഡ്, ഇത് 2-ാമത്തെ സെക്കൻഡ് അല്ലേ? അപ്പോൾ സെക്കൻഡ്, ഇത് 3rd സെക്കൻഡ്, അങ്ങനെ പോകാം. എല്ലാം ഓരോ സെക്കൻഡ് വെച്ചുണ്ട്. ആദ്യത്തെ ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു? അല്ലെ പോട്ടെ, ഈ ഓരോ സെക്കൻഡായിട്ട് നമ്മൾ എടുക്കണ്ട. ഓക്കെ, ഓരോ സെക്കൻഡായിട്ട് എടുക്കണ്ട, മൊത്തം ഒരു 5 സെക്കൻഡ്. 5 സെക്കൻഡ് സമയം കൊണ്ട് ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി എത്രയായി? വസ്തു മൂവ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇനീഷ്യലി വസ്തു റെസ്റ്റിലായിരുന്നു. തുടക്കത്തിൽ വസ്തു നിശ്ചലാവസ്ഥയിലായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ അതിൻ്റെ വെലോസിറ്റി, നിശ്ചലാവസ്ഥയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എത്ര? 0 മീറ്റർ പെർ സെക്കൻഡ്. എന്താണ്? നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്. 5 സെക്കൻഡ് സമയം കൊണ്ട് അതിൻ്റെ വെലോസിറ്റി എത്രയായി? 10 മീറ്റർ പെർ സെക്കൻഡായി ആണേ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്ര? 10 - 0 സമം 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി, ഡെൽറ്റ വി. ചേഞ്ചിനെ നമുക്ക് ഡെൽറ്റ വി കൊണ്ട് എഴുതാം. ഡെൽറ്റ വിക്ക് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇത് എത്ര സമയം കൊണ്ടാണ് ഉണ്ടായത്? 5 സെക്കൻഡ് കൊണ്ട് സമയം കൊണ്ടാണ്. അപ്പോൾ 5 സെക്കൻഡ് സമയം കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് ചേഞ്ച് ഉണ്ടായെങ്കിൽ 1 സെക്കൻഡ് സമയം കൊണ്ട് എത്രയുണ്ടാവും? 10/5 മീറ്റർ പെർ സെക്കൻഡ്. അല്ലെങ്കിൽ ഈ സെക്കൻഡും കൂടെ താഴെ പോവും. അപ്പോൾ 10/5 എത്ര? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയാം. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് സമയത്തിലുണ്ടായ വെലോസിറ്റി ചേഞ്ച്. യൂണിറ്റ് സമയത്തിലുണ്ടായ ഡിസ്റ്റൻസ് ചേഞ്ച് സ്പീഡാണ്, യൂണിറ്റ് സമയത്തിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് വെലോസിറ്റിയാണ്. അതുപോലെ യൂണിറ്റ് സമയത്തിൽ വെലോസിറ്റിക്കുണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ആക്സിലറേഷൻ ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് വെലോസിറ്റി ചേഞ്ചസ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് വെലോസിറ്റിക്കുണ്ടാവുന്ന മാറ്റമാണ് ത്വരണം. സമയത്തിനനുസരിച്ച് പ്രവേഗത്തിനുണ്ടാവുന്ന മാറ്റമാണ് ത്വരണം. അല്ലെങ്കിൽ മലയാളത്തിൽ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം എന്ന് പറയാം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണ് പറയുന്നത്.
അല്ലെങ്കിൽ റേറ്റ് അറ്റ് വിച്ച് വെലോസിറ്റി ചേഞ്ചസ് വിത്ത് ടൈം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് നമ്മൾ ത്വരണം എന്ന് വിളിക്കുന്നത്, ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v ആണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്ര? ഡെൽറ്റ വി. ചേഞ്ച് ഇൻ വെലോസിറ്റി എത്ര? v മൈനസ് യു. ആ ചേഞ്ച് ഉണ്ടാവാനെടുത്ത സമയം t ആണെങ്കിൽ ആക്സലറേഷനെ നമുക്ക് എന്തെന്ന് എഴുതാം? v മൈനസ് യു ബൈ ടി, വെയർ v is the final velocity, u is the initial velocity, t is the time taken. v അന്ത്യപ്രവേഗം, u ആദ്യപ്രവേഗം, t സമയം. അപ്പോൾ അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ സമയമാണ് ത്വരണം, ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ ആക്സിലറേഷന് വെക്റ്ററാണ്, കാരണം വെലോസിറ്റി ചേഞ്ച് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്താണ്? വെക്റ്ററാണ്. ടൈം സ്കെയിലർ, അപ്പോൾ വെക്റ്റർ ബൈ സ്കെയിലർ വെക്റ്റർ വരും. അപ്പോൾ ആക്സിലറേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ത്വരണം എന്നാൽ ഒരു സദിശ അളവാണ്. ത്വരണം ഒരു സദിശ അളവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. സദിശ അളവായതുകൊണ്ട് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഡയമെൻഷണൽ ഫോർമുല LT⁻². ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ആയതുകൊണ്ട് വെക്റ്ററാണ്, ത്വരണം ഒരു വെക്റ്ററാണ്, സദിശ അളവാണ്. ഞാൻ സ്കെയിലാർ എന്നാണ് നേരത്തെ പറഞ്ഞത്, എനിക്ക് ഡൗട്ട് ഉണ്ട്. വെക്റ്ററാണ്, വെലോസിറ്റി വെക്റ്ററാണ്, വെലോസിറ്റി വെക്റ്ററാണ്, അതുകൊണ്ട് തന്നെ ആക്സിലറേഷനും വെക്റ്ററാണ്, സദിശ അളവാണ്. ഓക്കെ, സദിശ അളവാണ് ത്വരണം. ഇനി നമ്മളൊരു വസ്തുവിനെ താഴേക്കിടുകയാണ്. അപ്പോൾ അതിനെ ആരാ പിടിച്ച് വലിക്കുന്നത്? ഭൂമിയാണ് വലിക്കുന്നത്. അപ്പോൾ ഭൂമി അങ്ങനെ ഒരു വസ്തുവിനെ വലിക്കുന്നത് മൂലം അതിനുള്ള ത്വരണമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണ ത്വരണം. ഇതിപ്പോൾ കൺഫ്യൂസ് ആവാൻ നിൽക്കണ്ട, ഗ്രാവിറ്റേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, പക്ഷേ ത്വരണത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മലയാളത്തിൽ നമ്മൾ ഗുരുത്വാകർഷണ ത്വരണം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ത്വരണം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം, അഥവാ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഞാൻ പറഞ്ഞു വെലോസിറ്റി യൂണിഫോം ആയിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലാതിരിക്കണമെങ്കിൽ ഡയറക്ഷനും മാറാൻ പാടില്ല, മാഗ്നിറ്റ്യൂഡും മാറാൻ പാടില്ല. അപ്പം ഡയറക്ഷൻ മാത്രമായിട്ട് മാറിയാലും വെലോസിറ്റി മാറി, മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് മാറിയാലും വെലോസിറ്റി മാറി, രണ്ടും മാറിയാലും വെലോസിറ്റി മാറി. അപ്പോൾ ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ ഇത് മതി. അതായത് എന്ത്? ഒന്നുകിൽ സ്പീഡ് അഥവാ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, അല്ലെ രണ്ടും ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്പീഡിൽ മാറ്റം വന്നാലും അതിന് ആക്സിലറേഷൻ ഉണ്ട്, അതിൻ്റെ ഡയറക്ഷനിൽ മാറ്റം വന്നാലും അതിന് ആക്സിലറേഷൻ ഉണ്ട്, രണ്ടിലും മാറ്റം വന്നാലും അതിന് ആക്സിലറേഷൻ ഉണ്ട്. സിൻസ് വെലോസിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ആക്സിലറേഷൻ മേ റിസൾട്ട് ഫ്രം എ ചേഞ്ച് ഇൻ സ്പീഡ് ഓർ ഡയറക്ഷൻ ഓർ ചേഞ്ച് ഇൻ ബോത്ത്. മനസ്സിലായോ? വെലോസിറ്റി ചേഞ്ച് ബൈ ടൈമാണ് ആക്സിലറേഷൻ. വെലോസിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ച് കളയരുത്, വെലോസിറ്റിയുടെ വാല്യൂ മാത്രമാണ് മാറുന്നതെന്ന് അല്ല. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിയാലും ആര് മാറി? വെലോസിറ്റി മാറി. അവിടെയും ആരുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ സ്പീഡ് മാത്രമായി മാറിയാലും ഡയറക്ഷൻ മാത്രമായി മാറിയാലും സ്പീഡും ഡയറക്ഷനും മാറിയാലും വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്, അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആക്സിലറേഷനും ഈ പറഞ്ഞ ശരാശരി ത്വരണവും ഇൻസ്റ്റൻറ്റേനിയസ് ത്വരണവും നമുക്ക് പറയാം. ശരാശരി ത്വരണമാണ് നമ്മളിവിടെ പറഞ്ഞത്. ടി സമയം കൊണ്ട് യുവിൽ നിന്ന് വി ആയി മാറി. അതായത് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, അതാണ് അർത്ഥം. ഡെൽറ്റ ടി സമയം കൊണ്ട് ഡെൽറ്റ വി മാറിയെങ്കിൽ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ് ആവറേജ് ആക്സിലറേഷൻ, ശരാശരി ത്വരണം. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ അഥവാ തൽക്ഷണ ത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഇൻ്റർവെൽ വളരെ ചെറുതാവും. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10ാം സെക്കൻഡിലെ ത്വരണം എത്ര, 20ാം സെക്കൻഡിലെ ത്വരണം എത്ര, ഒരു ഞൊടിയിടയിൽ ഒരു ക്ഷണത്തിലെ ത്വരണം എത്ര എന്ന് ചോദിച്ചാൽ അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ അഥവാ തൽക്ഷണ ത്വരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിയെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടിയിൽ ഡെൽറ്റ ടിയുടെ ലിമിറ്റ് ചെറുതാക്കിയതുപോലെ നമ്മളിവിടെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിയിലെ ഡെൽറ്റ ടിയുടെ ലിമിറ്റ് ചെറുതാക്കണം. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. പിന്നെ എന്തെന്ന് എഴുതാം? ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? എ ഇൻസ്റ്റൻറ്റേനിയസ് അഥവാ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ഇനി ഒരു 2 ടേം കൂടെ ഉണ്ട്, റിട്ടാർഡേഷനും ഡീസിലറേഷനും. അല്ല, റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ. എന്താ റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ? നമ്മൾ പറഞ്ഞു വെലോസിറ്റി ചേഞ്ചിൻ്റെ ടൈം റേറ്റ് ആണ് ആക്സിലറേഷൻ. അപ്പോൾ നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിന് തുടക്കത്തിൽ 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടായിരുന്നു 1ാമത്തെ സെക്കൻഡിൽ. 2ാമത്തെ സെക്കൻഡ് ആയപ്പോൾ അത് 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ആയി. അപ്പോൾ ചേഞ്ച് എത്ര? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഫൈനൽ എത്ര? 5. ഇനിഷ്യൽ എത്ര? 10. 5 മൈനസ് 10 ബൈ ടൈമിലെ ചേഞ്ച് എത്ര? 2 മൈനസ് 1. അപ്പോൾ -5/2 കണ്ടോ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താ?
നെഗറ്റീവ് ആക്സലേഷൻ. അതായത് വെലോസിറ്റി കുറയുമ്പോൾ നെഗറ്റീവ് ആക്സലേഷൻ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ആക്സലേഷനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ ഓർ ഡീസലറേഷൻ, മലയാളത്തിൽ നമ്മൾ മന്ദീകരണം എന്ന് പറയും. അപ്പോൾ പൊതുവേ നമ്മൾ ത്വരണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ത്വരണം എന്നാണ് അർത്ഥമാക്കുന്നത്. മന്ദീകരണം എന്ന് പറഞ്ഞാൽ അതാണ് നെഗറ്റീവ് ത്വരണം. നെഗറ്റീവ് ആക്സലേഷൻ ഈസ് നോൺ ആസ് റിട്ടാർഡേഷൻ ഓർ ഡീസലറേഷൻ. ഓക്കെ, അപ്പം നെഗറ്റീവ് ആക്സലേഷനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഗ്രൗണ്ടിലൂടെ ഉരുണ്ട് വരുന്ന ബാൾ റോളിംഗ് ഓൺ ലെവൽ ഗ്രൗണ്ട്, ഒരു ലെവൽ ഗ്രൗണ്ടിൽ ഇങ്ങനെ ബാൾ കുറേ നേരം ഉരുണ്ട് വരുമ്പോൾ അതങ്ങ് റെസ്റ്റിലാവൂലേ? ഫ്രിക്ഷനിൽ നിങ്ങൾ പഠിക്കും, നിങ്ങളൊരു പന്തിന് ഉരുട്ടി വിട്ടാൽ അതിങ്ങനെ ഉരുണ്ട് പൊക്കോണ്ടേ ഇരിക്കില്ല, കുറേ നേരം ഉരുണ്ടിട്ട് അത് റെസ്റ്റ് വരും. റെസ്റ്റ് വരുന്നു പറഞ്ഞാൽ എന്താ? ചലിച്ചുകൊണ്ടിരുന്ന വസ്തു റെസ്റ്റിലായി, അതായത് വെലോസിറ്റി ഉണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ വന്നു. അപ്പോൾ എന്താണ്? വെലോസിറ്റി കുറയുവാണ്. വെലോസിറ്റി കുറയുമ്പോൾ എന്താ? നെഗറ്റീവ് ത്വരണം. കണ്ടോ? അപ്പോൾ ആക്സലേഷൻ എന്താണ്? നെഗറ്റീവാണ്. സ്റ്റോൺ ത്രോൺ അപ്പ്, മുകളിലേക്ക് നമ്മളൊരു കല്ലിന് എടുത്തെറിഞ്ഞാൽ നമ്മൾ എറിഞ്ഞപ്പോൾ അത്രയും വെലോസിറ്റി അതിന് കാണൂല, മുകളിലേക്ക് പോയി അത് പയ്യങ്ങ് റെസ്റ്റിലായിട്ടാണ് പിന്നെ താഴോട്ട് വീഴുന്നത്. അപ്പോൾ മുകളിലേക്ക് ഒരു സ്റ്റോൺ എറിയുമ്പോൾ എന്താ ചെയ്യുന്നത്? ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞാൽ അത് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എന്ത്? നെഗറ്റീവ് ആക്സലേഷൻ. എ ട്രെയിൻ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റേഷൻ, സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്ര? സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ 0 മീറ്റർ/സെക്കൻഡ് ആണ് വെലോസിറ്റി. പിന്നെ അത് ഓടി തുടങ്ങുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടുവാണ്. അപ്പോൾ വെലോസിറ്റി കൂടിയാൽ പോസിറ്റീവ് ആക്സലേഷൻ. സ്റ്റോൺ കമ്മിങ് ഡൗൺ, താഴേക്ക് വരുന്ന കല്ല്. താഴേക്ക് വരുന്ന കല്ലെന്ന് പറയുമ്പോൾ താഴോട്ട് ഭൂമിയുടെ ആകർഷണം കാരണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? വെലോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. വെലോസിറ്റി കൂടിയാൽ പോസിറ്റീവ് ആക്സലറേഷൻ. അപ്ലൈയിങ് ബ്രേക്ക് വൈൽ ഡ്രൈവിംഗ്, സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ബ്രേക്ക് ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വണ്ടിയുടെ വേഗത കുറയും. വെലോസിറ്റി കുറഞ്ഞാൽ നെഗറ്റീവ് ആക്സലറേഷൻ. ഇതാണ് പോസിറ്റീവ് ആക്സലറേഷനും നെഗറ്റീവ് ആക്സലറേഷനും ഒക്കെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ വെലോസിറ്റിയുടെ ടൈം റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റിയിൽ യൂണിഫോമും നോൺ യൂണിഫോമും പറഞ്ഞതുപോലെ ആക്സലറേഷനിലും യൂണിഫോമും നോൺ യൂണിഫോമും പറയാം. എന്താണ് യൂണിഫോം ആക്സലറേഷൻ? എന്താണ് യൂണിഫോം ആക്സലറേഷൻ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ് പറഞ്ഞത്, dx/dt എന്ന് പറഞ്ഞു. അപ്പോൾ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്താൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? യൂണിഫോം വെലോസിറ്റി ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ എന്ത് കവർ ചെയ്താൽ? നിങ്ങൾ ആലോചിക്കുക, ആക്സലറേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? A = dv/dt, അതായത് വെലോസിറ്റി ബൈ ടൈം ആണ്. ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ വെലോസിറ്റി കവർ ചെയ്താൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കാം. എന്താണ്? ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ വെലോസിറ്റി കവർ ചെയ്താൽ അതിനെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വിളിക്കാം. ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അൺഈക്വൽ വെലോസിറ്റിയാണ് കവർ ചെയ്യുന്നതെങ്കിൽ എന്തെന്ന് വിളിക്കാം? നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ സമത്വരണവും അസമത്വരണവും, നമ്മൾ സമപ്രവേഗവും അസമപ്രവേഗവും പറഞ്ഞതുപോലെ തന്നെ സമത്വരണവും അസമത്വരണവും. ഓക്കെ, അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അല്ലേ, ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ, അങ്ങനെ കൊടുത്താൽ മതി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് വേണ്ട, കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈക്വൽ ആയിരിക്കുന്നതാണ് യൂണിഫോം, അങ്ങനെ വേണ്ട. ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം, അങ്ങനെ മതി. എന്താണ്? ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഫ്രീലി ഫാളിംഗ് ബോഡി യൂണിഫോം ആക്സിലറേഷൻ്റെ എക്സാമ്പിളാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഗ്രാവിറ്റേഷനിൽ നമ്മൾ പഠിക്കും. ഇതിൽ തന്നെ ഇനി അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വേരീസ് അൺഈക്വലി ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. വെലോസിറ്റി എന്ത് ചെയ്യുന്നു? ഓരോ ഇൻ്റർവൽ ഓഫ് ടൈമിലും അൺഈക്വലായി വേരി ചെയ്യുന്നു. അതായത് 0 സെക്കൻഡിൽ മോഷൻ തുടങ്ങി, ഇത് 1-ാമത്തെ സെക്കൻഡ്, ഇത് 2-ാമത്തെ സെക്കൻഡ്, ഇത് 3-ാമത്തെ സെക്കൻഡ്, ഇത് 4-ാമത്തെ സെക്കൻഡ്. ഓക്കെ, ആദ്യത്തെ സെക്കൻഡിൽ 5 മീറ്റർ/സെക്കൻഡ് ആയിരുന്നു വെലോസിറ്റി. 1-ാമത്തെ സെക്കൻഡ് ആയപ്പോൾ 10 മീറ്റർ/സെക്കൻഡ് ആയി. 2-ാമത്തെ സെക്കൻഡ് ആയപ്പോൾ 15 മീറ്റർ/സെക്കൻഡ് ആയി. 3-ാമത്തെ ആയപ്പോൾ 20 മീറ്റർ/സെക്കൻഡ് ആയി. 4-ാമത്തെ ആയപ്പോൾ 25 മീറ്റർ/സെക്കൻഡ് ആയി. ഇവിടെ നോക്ക്, ആദ്യത്തെ ഒരു സെക്കൻഡിൽ വെലോസിറ്റി ചേഞ്ച് എത്ര? 10 - 5 5. അപ്പോൾ ഇവിടുത്തെ ആക്സലേഷൻ എത്ര? 5 മീറ്റർ/സെക്കൻഡ്², 5/1. ടൈം ഇൻ്റർവൽ 1. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി v-u/t. ഇനി ഇവിടെ v-u എത്ര? 15 - 10 എത്ര? 5/t എത്ര? 5 മീറ്റർ/സെക്കൻഡ്². 3-ാമത്തെ സെക്കൻഡ് 20 - 15 എത്ര? 5. v-u/t 5/1 5 മീറ്റർ/സെക്കൻഡ്². കണ്ടോ? അപ്പോൾ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ചേഞ്ച് കണ്ട. 10 - 5 15 - 10 20 - 15 25 - 20 എല്ലായിടത്തും ചേഞ്ച് സെയിം ആണ്.
അപ്പോൾ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ആണെങ്കിൽ അതെന്തായിരിക്കും? യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കും. ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുന്ന വെലോസിറ്റി ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന വെലോസിറ്റി ചേഞ്ച് ഈക്വൽ ആണെങ്കിൽ അത് യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കും. ഈക്വൽ ഇൻ്റർവൽസിൽ അൺഈക്വൽ ചേഞ്ചാണ് വെലോസിറ്റിക്ക് ഉണ്ടാകുന്നതെങ്കിൽ അത് നോൺ യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ 5 കഴിഞ്ഞ് 15, പിന്നെ 20, പിന്നെ 30, പിന്നെ 45 എന്നൊക്കെ പറഞ്ഞു പോയാൽ ഓരോ ടൈം ഇൻ്റർവെല്ലും ഓരോ വെലോസിറ്റി ചേഞ്ചാണ്. അപ്പോൾ ആക്സലറേഷൻ സെയിം ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷന് മാറ്റമില്ല. ആക്സലറേഷൻ എപ്പോഴും സെയിം ആയിട്ടിരിക്കും. ഏത് ടൈമിലും ആക്സലറേഷൻ സെയിം ആയിട്ടിരിക്കും. നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ സമയം മാറുന്നതനുസരിച്ച് ആക്സലറേഷൻ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് യൂണിഫോം ആക്സലറേഷനും നോൺ യൂണിഫോം ആക്സലറേഷനും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. വെലോസിറ്റി യൂണിഫോം ആയിരിക്കുന്ന മോഷനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് വിളിക്കുന്നത്. വെലോസിറ്റി സെയിം അല്ലാത്ത മോഷനെയാണ് നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂണിഫോം മോഷനിൽ എന്താ സംഭവിക്കുന്നത്? ഈക്വൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. നോൺ യൂണിഫോം മോഷൻ എന്താ? അൺഈക്വൽ ഡിസ്റ്റൻസസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. യൂണിഫോം മോഷനിൽ എന്തൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും? സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുകൊണ്ട് ആക്സിലറേഷൻ ഇല്ല. അത് ശ്രദ്ധിച്ചോണേ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന മോഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. യൂണിഫോം മോഷനിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, അപ്പോൾ എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ്, നോ ആക്സിലറേഷൻ. പക്ഷേ നോൺ യൂണിഫോം മോഷനിൽ ടൈമിനനുസരിച്ച് സ്പീഡ് ചേഞ്ച് ചെയ്യും, അപ്പോൾ ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോഴേ ഓർക്കണ്ട, നമ്മൾ പറയും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഈസ് എ കർവ്. ഓർക്കണ്ട, ഗ്രാഫാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ കാർ ക്രൂസിങ് 60 km/h ഓൺ എ സ്ട്രെയിറ്റ് ഹൈവേ ആണെങ്കിൽ മാത്രമേ ഇതെന്താവൂ? യൂണിഫോം മോഷൻ ആവും. എപ്പോഴും 60 km/h തന്നെ ഒരു സ്ട്രെയിറ്റ് ഹൈവേ കൂടെ പൊയ്ക്കൊണ്ടിരുന്നാൽ സ്പീഡും കോൺസ്റ്റൻറ്റ്, ഡയറക്ഷനും കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്തായി? യൂണിഫോം മോഷനായി. സിറ്റി ട്രാഫിക്കിൽ ഓടുന്ന ബസ് എന്താണ്? നോൺ യൂണിഫോം മോഷനാണ്. ഫ്രീലി ഫാളിംഗ് ബോഡിയും നോൺ യൂണിഫോം മോഷനാണ്. ഫ്രീലി ഫാളിംഗ് ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അത് നോൺ യൂണിഫോം മോഷനാണ്. ഉറപ്പിച്ചോ? എന്താണ്? ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ നോൺ യൂണിഫോം മോഷനാണ്, ആക്സിലറേഷൻ ഇല്ലെങ്കിൽ യൂണിഫോം മോഷനാണ്. ഓക്കെ, അപ്പോൾ യൂണിഫോം മോഷൻ നമുക്കറിയാം വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലാത്ത മോഷനാണ്. അപ്പോൾ അവിടെ എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉള്ള മോഷനാണ്, അപ്പോൾ ആക്സിലറേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത്. അപ്പോൾ ജനറലായിട്ട് നമുക്ക് പറയാനുള്ള ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, ഇത്ര സാധനം നമ്മൾ തീർത്തു. അപ്പോൾ ഇത് മൂന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കുറച്ച് മെയിൻ പോയിന്റുകളുണ്ട്, ശ്രദ്ധിക്കേണ്ട. ഇത് കൃത്യമായി ഓർത്ത് വെക്കണം നമ്മൾ ഇത്രയും പറഞ്ഞ പോർഷനിൽ നിന്ന്. അതേതാണ്? സ്ട്രൈറ്റ് ലൈൻ മോഷൻ ഇൻ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞാണ്, സ്ട്രൈറ്റ് ലൈൻ മോഷൻ ഇൻ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയാലും ഡിസ്റ്റൻസ് ബൈ ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ എന്തൊക്കെ? സ്പീഡും വെലോസിറ്റിയും സെയിം. ഇനി സ്ട്രൈറ്റ് ലൈൻ മോഷൻ ഇൻ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും സെയിം. കാരണം ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയി. അപ്പോൾ അതേ ബൈ ടൈമും ഈക്വൽ. അപ്പോൾ യൂണിഫോം സ്ട്രൈറ്റ് ലൈൻ മോഷൻ ഇൻ സെയിം ഡയറക്ഷന് ഈ 3 കണ്ടീഷൻ ഓർത്ത് വെക്കണം. സ്ട്രൈറ്റ് ലൈൻ മോഷൻ ഇൻ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തുല്യം, സ്പീഡും വെലോസിറ്റിയും തുല്യം, ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും തുല്യം. ക്ലിയർ ആണേ? എന്തൊക്കെയാണ്? സ്ട്രൈറ്റ് ലൈൻ മോഷൻ ഇൻ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തുല്യം, സ്പീഡും വെലോസിറ്റിയും തുല്യം, ആവറേജ് വെലോസിറ്റി ആവറേജ് സ്പീഡും തുല്യം. ഇനി യൂണിഫോം മോഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും തുല്യം, അല്ലെങ്കിൽ സിംപ്ലി എന്ത് പറയാം? വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും തുല്യം. കണ്ടോ? അപ്പോൾ ആവറേജ് വെലോസിറ്റിക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇത്രയുമാണ് നമ്മൾ ഇത്രയും പഠിച്ചതെന്ന് നിങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്ത് പഠിക്കേണ്ട, എംഫസിസ് ചെയ്ത് പഠിക്കേണ്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ലോങ് ക്ലാസ് ആയിരുന്നു എന്ന് എനിക്കറിയാം, പക്ഷേ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ പിന്നെ രണ്ടാമത്തെ ക്ലാസ് ഭയങ്കര ചെറുതായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു ഒന്ന് ഓടിച്ചൊന്ന് റീകളക്ട് ചെയ്ത് നോക്കിയേ. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും പറഞ്ഞു. ലിമിറ്റ് ഓഫ് ആവറേജ് വെലോസിറ്റി വെൻ ദ ടൈം ഇൻ്റർവൽ ഈസ് ഇൻഫിനിറ്റി സ്മാൾ ഈസ് കാൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്, അല്ലേ? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്. അവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞു ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റിക്ക് തുല്യമോ അതിനേക്കാൾ വലുതോ ആവാമെങ്കിലും, പക്ഷേ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്താണ്? ആ ഇൻ്റർവെല്ലിലെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു? യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും പറഞ്ഞു. അവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ യൂണിഫോം വെലോസിറ്റി, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ
യൂണിഫോം സ്പീഡ്. ഓക്കെ, ഒരു വസ്തു യൂണിഫോം മോഷനിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? അത് സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം, എങ്കിലേ യൂണിഫോം മോഷനിലാവൂ. ഒന്നുകിൽ സ്പീഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ, ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്താൽ മോഷൻ നോൺ യൂണിഫോം ആയി, കാരണം വെലോസിറ്റി ചേഞ്ച് ആയി. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആണ് ഒരു ഒബ്ജക്റ്റിനെങ്കിൽ അത് യൂണിഫോം സ്പീഡിൽ തന്നെ ആയിരിക്കും. പക്ഷേ യൂണിഫോം സ്പീഡിലാണ് എന്ന് കരുതി യൂണിഫോം വെലോസിറ്റിയിലാവണമെന്നില്ല. എക്സാമ്പിളായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? സർക്കുലാർ മോഷൻ. കോൺസ്റ്റൻറ്റ് സ്പീഡിൽ സർക്കിളിൽ മൂവ് ചെയ്താൽ എന്താവില്ല? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവില്ല, പക്ഷേ സ്പീഡ് കോൺസ്റ്റൻ്റ് ആവും അല്ലേ? അതാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു വസ്തു യൂണിഫോം മോഷനിലാണെങ്കിൽ അതിൻ്റെ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും തുല്യമായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ആക്സലറേഷൻ പറഞ്ഞു. വെലോസിറ്റിയുടെ ചേഞ്ചിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, സമയത്തിനനുസരിച്ച് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ സിമ്പിളി എങ്ങനെ പറയാം? ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം ഈസ് കാൾഡ് ആക്സലറേഷൻ. പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ത്വരണം പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? നെഗറ്റീവ് ത്വരണമുണ്ട്, അതിനെയാണ് മന്ദീകരണം അഥവാ ഡീസലറേഷനോ റിട്ടാർഡേഷൻ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ ആ മോഷന് ആക്സലറേഷൻ ഉണ്ട്, യൂണിഫോം മോഷൻ ആണെങ്കിൽ ആക്സലറേഷൻ ഇല്ല. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ചിൻ്റെ ടൈം റേറ്റ് ആണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ ആക്സലറേഷൻ ഉണ്ട്. വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചേഞ്ച് ചെയ്യണം? ഒന്നുകിൽ സ്പീഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ, അല്ലെങ്കിൽ രണ്ടും. അപ്പോൾ സ്പീഡോ ഡയറക്ഷനോ രണ്ടുമോ ചേഞ്ച് ചെയ്താൽ നമുക്ക് എന്തെന്ന് പറയാം? ത്വരണമുണ്ട് എന്ന് പറയാം, ആക്സലറേഷൻ ഉണ്ട് എന്ന് പറയാം. പിന്നെ നമ്മൾ യൂണിഫോം ആക്സലറേഷനും നോൺ യൂണിഫോം ആക്സലറേഷനും പറഞ്ഞു. എന്താ നമ്മളവിടെ പറഞ്ഞത്? യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉള്ളതാണ്. നോൺ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അൺഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണുള്ളത്. അതാണ് യൂണിഫോം ആക്സലറേഷനും നോൺ യൂണിഫോം ആക്സലറേഷനും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.